അങ്ങനെ പറഞ്ഞ ഒരുപാട് പേരാണ് ഇന്ന് ഈ ധൈര്യത്തിൽ ഞാനിവിടെ ഇരിക്കാനുള്ളതിന്റെ കാരണം എന്ന് പറയുന്നത്. അങ്ങനെ ഞാനൊരു സൈഡിൽ നോക്കിയപ്പോഴൊരു ഗംഭീരമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി കണ്ടു. അങ്ങനെ ആ പ്രോപ്പർട്ടിയുടെ മുന്നിലൂടെ വന്ന് ടൂ വീലർ അവസാനം അതിന്റെ ഗേറ്റിന്റെ മുന്നിൽ എത്തിയപ്പോഴാണ് അത് കോഴിക്കോട് ബീച്ച് ആശുപത്രിയാണ് കാണുന്നത്. അപ്പൊ അതെന്തായാലും നമുക്ക് അത് കൊടുക്കില്ല. കിട്ടില്ല. എന്റെ അടുത്ത് ചോദിക്കും AI വന്നു കഴിഞ്ഞാൽ ജോബ് പോവോ, അല്ലെങ്കിൽ പുതിയ കുറെ ടൂളുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പേഴ്സണലി സംസാരിച്ചപ്പോൾ ഇതൊക്കെ പോയിട്ടോ ക്യാമറയിൽ കാണാൻ പറ്റുന്നതല്ലേ, 30 രൂപയുടെ ഒക്കെ വഡാഫോണിന്റെയും റീചാർജ് കൂപ്പണുകളൊക്കെ കാണും. അതെ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇപ്പൊ ഈ ഒരു റീചാർജ് കൂപ്പൺ വന്നു എന്ന് കരുതിയിട്ട് മൈജിയുടെ ഏതെങ്കിലും ഔട്ട്ലെറ്റ് അടച്ചു പോയിട്ടുണ്ടോ? ഞാൻ എന്റെ ആദ്യത്തെ ഓഫീസിന്റെ ഒക്കെ ഫ്ലോർ പ്ലാനിങ് അത് ഹാരിസിന് ഷെയർ ചെയ്ത് കൊടുത്തു. നമ്മൾ പലപ്പോഴും ഓഫീസ് ഡിസൈൻ ചെയ്യുന്ന കാര്യത്തിലും കോഴ്സ് ഡിസൈൻ ചെയ്യുന്ന കാര്യത്തിലും കോമൺ ആയിട്ടുള്ള ചലഞ്ചസുകളുടെ കാര്യത്തിലും നമ്മൾ ഒരുമിച്ച് ഡിസ്കസ് ചെയ്യും ഒക്കെ ചെയ്യും. ഹായ്, നമസ്കാരം മലയാളീസ്. കോഴിക്കോട് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് സാഹിത്യ നഗരം എന്നാണ്. പക്ഷേ ഞാനൊരു ഡിജിറ്റൽ മാർക്കറ്ററാണ്. ഞാൻ പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റേഴ്സിൻ്റെയും ക്രിയേറ്റേഴ്സിൻ്റെയും നഗരം എന്നാണ് ഞാൻ പറയുന്നത്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് CDAയുടെ ഒരു മാർക്കറ്റിംഗ് സ്കൂള്. അത് നമുക്കൊന്ന് ചുറ്റിക്കാണാം. അതിനോടൊപ്പം തന്നെ ഇതൊരു 100 വർഷം പഴക്കമുള്ള ഒരു കെട്ടിടമാണ് അവർ പുതുക്കി പണിത് മാർക്കറ്റിംഗ് സ്കൂളായിട്ട് അവർ പണിതിട്ടുള്ളത്. അടിപൊളി ആംബിയൻസ് ആണ്. നമുക്ക് നോക്കി കണ്ടതിന് ശേഷം അതിന്റെ ഫൗണ്ടറുമായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇതൊരു 100 വർഷം പഴക്കമുള്ള ഒരു കെട്ടിടമാണ്. ആ കെട്ടിടമാണ് ഒരു മാർക്കറ്റിംഗ് സ്കൂളാക്കി മാറ്റിയിരിക്കുന്നത്. നമുക്കറിയാം, മാർക്കറ്റിംഗ് അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനൊക്കെ ആംബിയൻസ് അത്യാവശ്യമാണ്. ഏതൊരു സ്ഥലത്ത് വർക്ക് ചെയ്യുമ്പോഴും ആ ഒരു ആംബിയൻസ് ഇല്ലെങ്കിൽ നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റിയോ മറ്റുള്ള കാര്യങ്ങളോ പുറത്തെടുക്കാനായിട്ട് സാധിക്കില്ല. പക്ഷേ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി മാക്സിമം പുറത്തെടുക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസമുണ്ട്. നമ്മൾ ഇത്രയും നേരം കണ്ടത് CDAയുടെ മാർക്കറ്റിംഗ് സ്കൂളാണ്. കോഴിക്കോട് നഗരത്തിന്റെ ഹൃദയത്തിലുള്ള ഒരു മാർക്കറ്റിംഗ് സ്കൂൾ. ഏകദേശം 100 വർഷം പഴക്കമുള്ള ഒരു കെട്ടിടമാണ് ഈ ഒരു മാർക്കറ്റിംഗ് സ്കൂളാക്കി മാറ്റിയിരിക്കുന്നത്. ഈ ഒരു കെട്ടിടത്തിന് 100 വർഷത്തെ കഥകൾ പറയാനുണ്ടാകും. പക്ഷേ ഇനിയുള്ള കഥ പറയേണ്ടത് ക്രിയേറ്റേഴ്സും മാർക്കറ്റേഴ്സുമാണ്. നമുക്ക് കൂടുതൽ ഇതിന്റെ വിശേഷങ്ങൾ അറിയാൻ ഇതിന്റെ ഫൗണ്ടറായ ഹുദൈഫിനെ ഈ ഷോയിലേക്ക് വെൽക്കം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ഹുദൈഫ് ടു നമസ്കാരം മലയാളീസ് ബൈ അർഷാദ് ഖാദർ. ഹായ് 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 ഹായ്, നമസ്കാരം. നമസ്കാരം. മലയാളം തന്നെ പറയണം, സംസാരിക്കണം അല്ലേ? അതെ, മലയാളം. ഞാൻ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് വന്നപ്പോൾ ഭയങ്കര ആംബിയൻസ് ആണ്. ഞാൻ കേരളത്തിൽ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട്, പല ഏജൻസികളിലും പോയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ല. എനിക്കറിയേണ്ടത് 2 കാര്യങ്ങളാണ്. ഏതൊക്കെയാണത്? ഒന്ന്, ഈ ഒരു മാർക്കറ്റിംഗ് സ്കൂളിന്റെ ഒരു ചരിത്രം, അത് തുടങ്ങാനായിട്ടുണ്ടായ ഒരു മോട്ടിവേഷൻ. രണ്ടാമത്, താങ്കളുടെ ഒരു ലൈഫ് സ്റ്റോറി. ഈ 2 എണ്ണമാണ് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് അറിയേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങിയാലോ? ഓ, തീർച്ചയായിട്ടും. ആദ്യമായിട്ട് ഈ ഒരു കെട്ടിടം എങ്ങനെയാണ് കണ്ടെത്തിയത്? അല്ല, ഇതിനെ നമുക്കൊരു കെട്ടിടം അല്ലെങ്കിൽ പ്രോപ്പർട്ടി എന്നൊക്കെ വിളിക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ലൈഫുള്ളൊരു ക്യാമ്പസ് ഒക്കെ ആയിട്ടാണ് നമ്മളിപ്പോ ഇതിനെ മാറ്റിയിരിക്കുന്നത്. ഇത് 100 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. കോഴിക്കോട് ഈ YMCA ക്രോസ് റോഡിൽ ഈ പ്രോപ്പർട്ടി നശിച്ച് പഴയൊരു ഗോഡൌൺ ഒക്കെ ആയി. നേരത്തെ ഒരു മിസ്സുബിഷിന്റെ ഒക്കെ ഒരു ഗോഡൌൺ ആയിരുന്നു. പിന്നീട് KTCയുടെ ഒരു ആയിരുന്നു. പിന്നെ നമ്മളിവിടെ നിങ്ങൾ കയറി വന്ന ഭാഗത്ത് കിണറാണ്. നിങ്ങൾ വന്ന സ്റ്റെപ്പ് അതൊരു കിണറായിരുന്നു.
ഈ ഒരു കെട്ടിടവും അല്ലെങ്കിൽ ഈ ഒരു ഏരിയ ഒക്കെ നമ്മൾ വന്ന സമയത്ത് ഓട് മുഴുവൻ പോയിരിക്കുന്നു. രാത്രി കാലങ്ങളിലൊക്കെ ഇവിടെ മറ്റു പല പരിപാടികളാണ്. പിന്നെ പുറത്തൊക്കെ ബോർഡ് കാണാം, മാലിന്യം വലിച്ചെറിയരുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മളെല്ലാവരുടെ മുന്നിലും 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നുകിൽ നിർമ്മിക്കുക അല്ലെങ്കിൽ നശിപ്പിക്കുക. അങ്ങനെ നശിപ്പിക്കുന്ന ഒരു പ്രവണതയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അതിനെ നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇപ്പൊ ഈ കാണുന്ന രീതിയിലുള്ളൊരു ഇൻഫ്രാസ്ട്രക്ചർ ആക്കി നമുക്കതിനെ മാറ്റാൻ വേണ്ടി പറ്റി. ഇന്നിപ്പോൾ ഈ കാണുന്ന രീതിയിലുള്ള ആളുകൾക്ക് വളരെ നന്നായിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റാവുന്ന രീതിയിലേക്ക് സ്പേസിനെ മാറ്റിയെടുത്തു എന്നുള്ളതിൽ നല്ല അഭിമാനമുണ്ട്. അല്ല, എത്ര കാലം എടുത്തു ഈ ഒരു ബംഗ്ലാവ് ഇതേപോലെ ആക്കി എടുക്കാനായിട്ട്? 10 മാസം നൊന്ത് വെറ്റു എന്നൊക്കെ പറയുന്ന പോലെയാണ്. 10 മാസം കൃത്യമായിട്ട് ഞാൻ വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത ഡേ മുതൽ നോക്കി. 10 മാസമാണ് ഇതിന്റെ പിറകിൽ ഞങ്ങൾ മുഴുവനായിട്ടും സ്ട്രക്ചറും ഇതിന്റെ കംപ്ലീറ്റ് ഇന്റീരിയറും എല്ലാം സെറ്റ് ചെയ്തെടുക്കുന്നതിന് 10 മാസം സമയം എടുത്തു. ഓക്കെ, ഇത് സിഡിയുടെ തൊട്ടപ്പുറത്തുള്ള ഒരു സ്ഥലമാണല്ലോ. അപ്പോൾ ഇത് എങ്ങനെയാണ് കണ്ടെത്തി ഇങ്ങനെ ഒരു സ്പേസ് അല്ലെങ്കിൽ ഇതിനൊരു ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ടെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കിയത്? ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു ഹെറിറ്റേജ് ആർക്കിടെക്ചറിലുള്ള ഒരു ഓഫീസ് സ്പേസ് ഉണ്ടാക്കണം എന്നുള്ളത് ഞങ്ങളുടെ ആദ്യ കാലങ്ങൾ മുതൽ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. സിഡിയെ തുടങ്ങുന്ന കോഡ് ക്യൂബ്സ് ഞങ്ങളുടെ ഏജൻസിക്ക് വേണ്ടിയിട്ട് ഒരു സ്പേസ് ഒക്കെ ഞങ്ങൾ തീരുമാനിച്ചത് അങ്ങനെ ഒന്ന് കിട്ടുമെന്നൊക്കെയാണ്. ഞാൻ കണ്ണൂരാരനാണ്. അപ്പൊ ഞാൻ കോഴിക്കോട് വന്നതിന് ശേഷം ഒരു 2 വീലറിൽ ഇങ്ങനെ സിറ്റി മുഴുവൻ കറങ്ങുമായിരുന്നു. നടക്കാവും ഒരുപാട് ഭാഗങ്ങളിലൂടെ ബീച്ചിന്റെ പരിസരത്തോടൊക്കെ പോവുമായിരുന്നു, പഴയ പാണ്ഡികശാലകളൊക്കെ നോക്കിയിട്ട്. അങ്ങനെ ഞാനൊരു സൈഡിൽ നോക്കിയപ്പോഴൊരു ഗംഭീരമായിട്ടുള്ളൊരു പ്രോപ്പർട്ടി കണ്ടു. അങ്ങനെ ആ പ്രോപ്പർട്ടിയുടെ മുന്നിലൂടെ വന്ന് 2 വീലർ അവസാനം അതിന്റെ ഗേറ്റിന്റെ മുന്നിൽ എത്തിയപ്പോഴാണ് അത് കോഴിക്കോട് ബീച്ച് ആശുപത്രിയാണ് കാണുന്നത്. അപ്പൊ അതെന്തായാലും നമുക്ക് കിട്ടില്ല. പിന്നെ നമ്മൾ പോയ കെട്ടിടങ്ങൾക്കൊക്കെ ഉള്ള ഒരു പ്രശ്നം, അത് പല രീതിയിലും അവരുടെ കുടുംബപരമായിട്ട് വന്ന പ്രശ്നങ്ങളും പേപ്പറുകളൊന്നും ക്ലിയർ അല്ല, അങ്ങനെ പെട്ടെടുക്കുന്ന സംഭവങ്ങളാണ്. അത് എടുത്തു കഴിഞ്ഞാൽ ഞങ്ങളും പെടും. അപ്പൊ നമുക്കൊരു കൊമേഴ്ഷ്യൽ സ്പേസ് ആക്കി ഇതിനെ മാറ്റുകയും വേണം. നമ്മളൊരു ഗോഡൌൺ അല്ലല്ലോ, ഒരു ഓഫീസ് സ്പേസ് ആക്കി ഇതിനെ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു പേപ്പർ വർക്കുകളൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണല്ലോ. അപ്പൊ അന്ന് നമ്മൾ ആഗ്രഹം ഉള്ളിൽ വെച്ചു. ഇത് ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കോഴിക്കോട് ബീച്ച് ആശുപത്രി കണ്ടിട്ട് അതിന് വാടക കിട്ടുമോ എന്നുള്ളത് നോക്കിയെന്ന് പറയുന്നത്. പിന്നെ ഞങ്ങളത് മനസ്സിൽ വെച്ചു. പിന്നെ ഞങ്ങൾ ഇവിടെ ഈ ഒരു കൊമേഴ്ഷ്യൽ കെട്ടിടത്തിന്റെ മുകളിലോട്ട് വന്നു, തൊട്ടപ്പുറത്തോട്ടേക്കും. അന്നു മുതൽ ഞങ്ങളുടെ കണ്ണ് ഇതിന്റെ മുകളിലുണ്ട്. എല്ലാരും പറയും ഞങ്ങൾ ഇത് കണ്ടിട്ടില്ലല്ലോ, പക്ഷെ ഞങ്ങൾ ഇത് എന്നും കാണുന്നത് ഈ പ്രോപ്പർട്ടിയാണ്. അങ്ങനെ ഒരു റൈറ്റ് സമയം എത്തിയപ്പോഴേക്കും ഇതൊരു സൊസൈറ്റിയുടെ പ്രോപ്പർട്ടിയാണ്. സൊസൈറ്റിനോട് സംസാരിച്ചു, അവർ വളരെ പോസിറ്റീവായിട്ട് സംസാരിച്ചു. സൊസൈറ്റി പറഞ്ഞത് ഇവിടെ ഇനിയൊരു റെസ്റ്റോറന്റോ ഇനിയൊരു പിന്നെ മാളുകളോ ഷോപ്പിംഗ് സെന്ററുകളോ വരുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ പുതിയ ജനറേഷന് ഉപകാരപ്രദമാവുന്ന രീതിയിൽ ഒരു രൂപത്തിൽ വരികയാണെങ്കിൽ ദേ ആർ വെരി ഹാപ്പി. അങ്ങനെയാണ് അവർ നമുക്ക് തരികയുണ്ടായത്. ധൈര്യം മാത്രമായിരുന്നു കൈമുതലായിട്ടുണ്ടായിരുന്നത്, ബാക്കിയൊക്കെ പിന്നെ വന്നതാണ്. അല്ല, നിങ്ങൾ സിഡിയെ തുടങ്ങി, അവിടെ തുടങ്ങിയതിന് ശേഷം എത്ര വർഷം ഇത് ഇവിടെ ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു ഈ സ്ഥലം? ഞങ്ങൾ ഇവിടേക്ക് വന്നിട്ട് 2 വർഷത്തോളം നമ്മുടെ മുന്നിൽ ഇതിങ്ങനെ കൊതിപ്പിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആ ധൈര്യം നമുക്ക് കിട്ടിയിട്ടില്ല. കാര്യം ആ രീതിയിലാണ് ഇത് പിന്നെ പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായത്. ഇങ്ങനൊരു പ്രോപ്പർട്ടി എടുത്ത് അതിനെ ഒരു ഓഫീസ് സ്പേസ് ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ നല്ല ധൈര്യം വേണം. അതിനനുസരിച്ചിട്ട് ടീം കൂടെ നിൽക്കണം. പക്ഷെ ഒരു സമയത്ത് നമ്മൾ അതിനു വേണ്ടി സംസാരിച്ചപ്പോഴേ ടീമിനും ആ താല്പര്യം വന്നു. ദെൻ അതിന്റെ ഒരു വഴിയിലൂടെ തന്നെ നമ്മൾ സൊസൈറ്റിയെ കണ്ട് സംസാരിച്ചപ്പോഴും അവർക്കും അതിനോട് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി അവരും തീരുമാനിച്ചു. അങ്ങനെയാണത് നടന്നു കിട്ടിയത്. ശരിക്കും പറഞ്ഞാൽ 2 വർഷത്തോളം നമ്മൾ അപ്പുറത്ത് വർക്ക് ചെയ്യുമ്പോഴും ഈ പ്രോപ്പർട്ടി ഇവിടെ അനാഥമായി കിടക്കുന്നുണ്ടായിരുന്നു. ആ സമയങ്ങളൊക്കെ വെറുതെ ഒരു സാധാരണ സ്ഥലം കിടക്കുന്നത് പോലെ തന്നെ സാധാരണ എല്ലാവരും ബ്രോക്കർമാരൊക്കെ നല്ല കണ്ണായ സ്ഥലം, നല്ല ഒരു പ്രോപ്പർട്ടി ഉള്ള സ്ഥലങ്ങളാണ് നോക്കുന്നത്. പക്ഷെ നിങ്ങൾ നോക്കിയത് അങ്ങനെ അല്ല, നമ്മള് മോശമെന്നും മാലിന്യമെന്നും തോന്നുന്ന പലതിനെയും ഒന്ന് മിനുക്കി എടുത്തു കഴിഞ്ഞാൽ അതിനുള്ളിൽ പല കാമ്പുകളും ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ഈ പ്രോപ്പർട്ടിയുടെ ഈ ക്യാമ്പസിന്റെ അകത്തും ചെറിയ ചില ഡിസൈനിലൊക്കെ നമ്മൾ പഴയത് ഉപയോഗിച്ചിട്ടുണ്ട്, 100 വർഷം പഴക്കം ചെന്ന. അപ്പൊ ഇതിന്റെ ഒരു ലാൻഡ്സ്കേപ്പിംഗിൽ നമ്മൾ ഇതിന്റെ പഴയ ഒറ്റപ്പാത്തി ഓടുകൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ നമുക്കൊരു 100 വർഷം പഴക്കം ചെന്ന ഈ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഈ ഒരു ഏരിയക്കും ചില കഥകളൊക്കെ പറയാനുണ്ട്. അതെ, ഞാൻ പറഞ്ഞിരുന്നു 100 വർഷത്തെ കഥ ഇതിന് പറയാനുണ്ടത്. പക്ഷെ ഇനിയുള്ള 100 വർഷം പറയേണ്ടത് നിങ്ങളുടെ കഥയാണ്. ഞാൻ ഇതിൽ ശ്രദ്ധിച്ചെന്ന് വെച്ചാൽ ഇതിൽ ലൈറ്റ് ഭയങ്കര അപാര നാച്ചുറൽ ലൈറ്റ്സുകളാണ് കൂടുതലായിട്ട്. നാച്ചുറൽ ഫ്രണ്ട്ലി ആണ് ഇത്. അത് നമ്മുടെ പാർട്ട്ണർ അസ്ലം, അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒരു ഡിസൈൻ പാർട്ടിലൊക്കെ ഒരുപാട് വന്നത്. ഇതൊരു പോളികാർബൺ ഷീറ്റാണ്. അതായത് ഡേ ലൈറ്റ് അകത്തോട്ടേക്ക് വരുന്ന രീതിയിലാണ്. പക്ഷെ അങ്ങനെ ഒരു ലൈറ്റ് വരുമ്പോഴേക്കും ഇതിന്റെ അകത്തെ ഒരു വൈബ് മറ്റൊന്നാണ്. നാച്ചുറൽ ലൈറ്റ് വരിക എന്നുള്ളത് നന്നായിട്ടൊരു എയർ സർക്കുലേഷനും നന്നായിട്ട് ലൈറ്റും പാസ് ചെയ്യുന്ന ഒരു സ്ഥലം നമ്മളെ ഇനി അത്ര വലിയ പോഷൊന്നും അല്ലെങ്കിൽ പോലും നല്ല രീതിയിൽ നമ്മളെ ഇൻസ്പയർ ചെയ്യും. ആ പോളികാർബൺ ഷീറ്റിലൂടെ ലൈറ്റ് അകത്തോട്ടേക്ക് വരുന്നു.
അപ്പോൾ സ്വാഭാവികമായിട്ടും ചൂടധികം ഡേ ടൈമിൽ വരും. അതിനനുസരിച്ച് എയർ കണ്ടീഷൻ ആ രീതിയിലേക്ക് മാറേണ്ടതുണ്ട്. വർക്ക് സ്പേസ് ആണ്, അപ്പോൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ സ്ക്രീനിന് ബുദ്ധിമുട്ടാക്കാൻ പാടില്ല. അങ്ങനെ തുടങ്ങി നിങ്ങൾ ഇന്നീ കാണുന്ന രീതിയിലേക്ക് ഇതിനെ രൂപപ്പെടുത്തുന്നതിൽ ഒരുപാട് രീതിയിൽ ടെക്നിക്കലിയും ഇതിന്റെ ഡിസൈൻ വൈസും എക്സിക്യൂഷൻ പ്രാക്ടിക്കലി ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് നന്നായിട്ട് പഠിക്കേണ്ടി വന്നു ഇതിനെ പറ്റി. നിങ്ങളൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തെന്ന് പറഞ്ഞല്ലോ, എത്ര പേരുണ്ടായി നിങ്ങൾ ടീം എല്ലാവരും? നമ്മൾ ഫൗണ്ടേഴ്സ് ആണ്, ഫൗണ്ടേഴ്സിന്റെ കോ ഫൗണ്ടേഴ്സിന്റെ ഒരു ടീമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇതിന്റെ പഴയ ഫോട്ടോസ് മുതൽ ഇതിനെങ്ങനെയാക്കി മാറ്റണം കുറെ റെഫറൻസുകൾ എടുത്തു. നമ്മളിപ്പോൾ ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള പല പ്രോഗ്രാംസുകളും കോഴ്സുകളൊക്കെ ചെയ്യുമ്പോൾ അവരൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഇംഗ്ലീഷ് ബ്രിക്കുകൾ കാണും. അപ്പൊ ഈ ഇംഗ്ലീഷ് ബ്രിക്കുകളാവട്ടെ, ഡേലൈറ്റ് വരുന്നതാവട്ടെ, അല്ലെങ്കിൽ അവരുടെ ഓഫീസിന്റെ അകത്ത് സൈക്കിളൊക്കെ കാണും. അതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങളുടെ സൈക്കിൾ കണ്ടത്. അതുപോലെ തന്നെ പിന്നെ കുറെ കൂടി എന്താ പറയാ, ക്ലോസ്ഡ് ക്യാബിൻസുകളൊന്നും ഇല്ലാതെ ഒരു കോവർക്കിംഗ് സ്പേസ് ആയാലും പോലെ വർക്ക് ചെയ്യും. ഇപ്പൊ ഇവിടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് അവിടെയുള്ള മുഴുവൻ കാര്യങ്ങളും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ വരുന്ന സമയത്താണ് നമ്മൾ പരസ്പരം റെസ്പെക്ട് ചെയ്യുന്നത്. നമ്മൾ ഇവിടുന്ന് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു, അവിടുന്ന് ആൾക്കാർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ നമ്മുടെ രണ്ട് ജോലിയും ബുദ്ധിമുട്ടാവാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു റെസ്പെക്ട് പരസ്പരം വരും. ഓരോരുത്തരുടെ ജോലിയും അവരുടെ സ്വകാര്യതയും അവിടെ പിന്നെ മാനിക്കപ്പെടും. നമ്മൾ ഈ എത്രത്തോളം കുടുസായിട്ട് അല്ലെങ്കിൽ ക്യാബിൻസ് ക്യൂബിക്കിൾസിലേക്ക് പോകുമ്പോഴാണ് എനിക്ക് തോന്നുന്ന ഒരു ക്ലീഷേ ഓഫീസ് സ്പേസിന്റെ പ്രശ്നങ്ങൾ മുഴുവൻ വരുന്നത്. അങ്ങനെ കുറച്ചുകൂടി ഒരു കൾച്ചർ ഡിഫറൻസ് കൂടി ഇതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിൽ കാണുന്നുണ്ട്. അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ പറഞ്ഞത് വളരെ ശരിയാണ് കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ ഉസ്താദ് ഹോട്ടൽ സിനിമയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഇരുന്നുള്ളവരെ കാണാം, ഇപ്പുറത്തുള്ളവരെ കാണാം. ഞാൻ ഇവിടെ ഇരുന്ന് നോക്കുമ്പോൾ എല്ലാവരും എനിക്ക് കാണാം. ഇത് അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവിടെ ക്ലാസ് റൂമുകളുണ്ട്, എല്ലാ സ്ഥലങ്ങളിലേക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഭയങ്കര ഒരു ആംബിയൻസ് ആണ്. ഓക്കെ, പിന്നെ ഇതുകൊണ്ട് മാർക്കറ്റിംഗ് സ്കൂൾ എന്നാണല്ലോ നിങ്ങൾ ക്രിയേറ്റേഴ്സ് ആൻഡ് മാർക്കറ്റേഴ്സ് സ്കൂൾ. ക്രിയേറ്റേഴ്സ് ആൻഡ് മാർക്കറ്റേഴ്സ്, അതെ. അതിലെന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എങ്ങനെയുള്ള കോഴ്സുകളും കാര്യങ്ങളൊക്കെ? ഇത് ശരിക്കും നമ്മുടെ നാട്ടിൽ ബിസിനസ്സുമായി റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ഫിനാൻസ് ആവട്ടെ, ഓപ്പറേഷൻസിലാവട്ടെ, അല്ലെങ്കിൽ HR-ലാവട്ടെ, നമ്മുടെ നാട്ടിൽ ഒരുപാട് ബിസിനസ് സ്കൂളുകളുണ്ട്. ഒരുപാട് IIM ഉൾപ്പെടെയുള്ള നല്ല പ്രൈം സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. മാർക്കറ്റിംഗിലോട്ട് വരുന്ന സമയത്ത് ഇപ്പോഴും അതൊരു ഫൗണ്ടേഴ്സിന്റെ ഒരു ഏരിയ ആണ്. മാർക്കറ്റിംഗ് എന്താവണം എന്നൊരു കാര്യം, ഒരു പ്രൊഡക്റ്റോ സർവീസസോ പ്ലാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ആ ഫൗണ്ടേഴ്സിന്റെ തന്നെ വിഷനിലും ഭാഗമായിട്ടൊക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക. എന്നാൽ പോലും മാർക്കറ്റിംഗിൽ പ്രൊഫഷണലി കുറെ കൂടി മെച്ചുവേർഡ് ആയിട്ടുള്ള മാർക്കറ്റേഴ്സിനെ നമ്മുടെ നാട്ടിൽ വേണ്ടതുണ്ട്. അത് നമ്മൾ കാണുന്ന എല്ലാ ബിസിനസ്സുകാരും നമ്മുടെ ഇതുവരെയുള്ള CDA പാസ് ഔട്ട് ആയിട്ടുള്ള 3000-ഓളം വരുന്ന അലുമിനീസിൽ, അംബാസിഡേഴ്സിൽ നമ്മൾ ലൈഫ് ആഫ്റ്റർ CDA വല്ലാതെ നോക്കും. എന്താണ് അവരുടെ ജീവിതത്തിൽ CDAക്ക് ശേഷം സംഭവിക്കുന്നത് എന്നുള്ളത്. ലേണേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ അംബാസിഡേഴ്സ് ആയിട്ടുള്ള ആളുകൾ, റിക്രൂട്ടേഴ്സ് ആയിട്ടുള്ള ആളുകൾ, ഇൻഡസ്ട്രി എന്നുള്ള ആളുകൾ, ഫൗണ്ടേഴ്സ് എന്നുള്ള ബിസിനസ് ഓണേഴ്സ് എന്നുള്ള ആളുകൾ, പ്രൊഫഷണൽസുകൾ, ഇവരുടെ എല്ലാം ഫീഡ്ബാക്കിൽ നിന്നും ഇവരോടൊക്കെ സംസാരിക്കുമ്പോഴും നമുക്ക് മനസ്സിലായത് കുറെ കൂടി ബിസിനസിനെ കുറിച്ച് നല്ല ധാരണയുള്ള, മാർക്കറ്റിങ്ങിന്റെ ഒരു കംപ്ലീറ്റ് അതിൻ്റെ ഒരു മാർക്കറ്റിങ്ങിന്റെ പ്ലാൻ അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റ് തുടങ്ങി അതിന്റെ എക്സിക്യൂഷൻ തുടങ്ങി എന്തൊക്കെയാണ് മാർക്കറ്റിങ്ങിൽ ഒരു കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്, അതിനകത്ത് മെഷർ ചെയ്യേണ്ടത് എന്താണ്, എന്ത് എപ്പോൾ ചെയ്യണം, എന്ത് എപ്പോൾ ചെയ്യരുത്, ഏതൊക്കെ മോഡൽ ബിസിനസ്സുകൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. ഇപ്പം ഒരു FMCG ബ്രാൻഡിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളല്ല നമ്മളൊരു റിയൽ എസ്റ്റേറ്റ് ബ്രാൻഡിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുക. അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടോ എക്സ്പോർട്ടോ അല്ലെങ്കിൽ OEM മാനുഫാക്ചറിങ്ങോ അല്ലെങ്കിൽ ഒരു എഡ്ടെക് ബ്രാൻഡോ അല്ലെങ്കിൽ ഒരു D2C ബ്രാൻഡോ, നമ്മളെല്ലാത്തിനും ബിസിനസ് എന്ന് പറയുമെങ്കിൽ പോലും ബിസിനസിന്റെ മോഡലുകൾ ഡിഫറെന്റ് ആണ്. അങ്ങനെ അതിനനുസരിച്ചിട്ട് ബിസിനസിന്റെ മോഡൽ ഡിഫറെന്റ് ആവുന്ന സമയത്ത് അവരുടെ ഒക്കെ ഒരു മാർക്കറ്റിംഗിൽ അവർക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ബഡ്ജറ്റും ഡിഫറെന്റ് ആണ്. ബിസിനസിനെ നന്നായി മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് എത്ര പെർസെന്റേജ് അതിന്റെ ഒരു മാർക്കറ്റിംഗിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാവുള്ളൂ. ഒരു യൂണിറ്റ് എക്കണോമിക്സ് പറയുകയാണെങ്കിൽ ഒരു 110 രൂപയുടെ ഹോർലിക്സിൽ എത്ര രൂപയായിരിക്കും ഇതിന്റെ മാർക്കറ്റിംഗ് ബഡ്ജറ്റ് ഉണ്ടാവുക? അങ്ങനെയാണെങ്കിൽ ആ ഹോർലിക്സ് വിൽക്കുന്ന കമ്പനി ടേൺ ഓവർ ഒരു 100 CR ആണെങ്കിൽ 100 കോടി രൂപയിൽ എത്ര പെർസെന്റേജ് ആയിരിക്കും മാർക്കറ്റിംഗിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരിക? ഇതിനൊന്ന് മെച്ചുവേർഡ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന, നല്ല ബോധത്തോടു കൂടി തന്നെ ഇതിന്റെ മാർക്കറ്റിംഗ് പ്ലാൻ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വലിയ മാർക്കറ്റിംഗ് പ്രൊഫഷണൽസിന്റെ റിക്വയർമെന്റ് നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് ഞങ്ങളുടെ ഏജൻസിയുടെ നടത്തി പരിചയത്തിലും ഞങ്ങൾ കുറേയധികം ലേണേഴ്സിനെ കണ്ടപ്പോഴും ബിസിനസ്സിലും നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഇവിടെ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന പ്രോഗ്രാം അഡ്വാൻസ്ഡ് മാർക്കറ്റിംഗ് മാനേജർ ആൻഡ് ഓൺട്രപ്രൺഷിപ്പ് പ്രോഗ്രാം എന്നുള്ളതാണ്. ബിസിനസ്സിനെ മാർക്കറ്റിങ്ങിനെയും ചേർത്ത് നിന്നുകൊണ്ട് ഫൗണ്ടേഴ്സിൽ നിന്നും ക്രിയേറ്റേഴ്സിൽ നിന്നും മാർക്കറ്റേഴ്സിൽ നിന്നും പഠിക്കുക എന്നുള്ളതാണ്. അത് ലേണിംഗ് ബൈ ഡൂയിങ്, ഏർണിംഗ് വൈൽ ലേണിംഗ്. ഇതാണ് ഇതിന്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. 10 മാസത്തെ ഒരു പ്രോഗ്രാമാണ്. അതിലാണ് നമുക്കിപ്പം മെറ്റയിൽ നിന്നും ജിനു ജോയിൻ ചെയ്ത് വന്നിരിക്കുന്നത്.
അപ്പോൾ ഏകദേശം ഒരു 3 മാസം കൊണ്ടൊന്നും ഇത് പഠിച്ചെടുക്കാൻ പറ്റില്ല. സാധാരണഗതിയിൽ എല്ലാ ഏജൻസികളും കേരളത്തിലുടനീളം ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സുകൾ കൊടുക്കുന്നത്, ഞാൻ ഉൾപ്പെടെ കൊടുക്കുന്നത് 3 മന്ത്സ് കോഴ്സാണ്. ആ ഒരു 3 മന്ത്സ് കോഴ്സിന് പല ലിമിറ്റേഷൻസും കാണും. കാര്യം നമ്മൾ ജോലിക്ക് കയറാൻ നേരത്ത് ഒരു ഫ്രഷർ എന്നുള്ള രീതിയിൽ കുഴപ്പമില്ല. പക്ഷേ കുറച്ച് കഴിയാൻ നേരത്താണ് ഒരു എന്തൊക്കെ കൂടുതൽ ബഡ്ജറ്റുള്ള ക്ലയന്റുകൾ വരിക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊരു സ്റ്റക്കായി കോൺഫിഡൻസ് ഉണ്ടാവുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ ടീം മെമ്പേഴ്സിന് അല്ലെങ്കിൽ നമ്മുടെ അംബാസിഡേഴ്സിന് കാര്യങ്ങൾ ചെയ്യുന്നതിൽ ടെക്നിക്കലി അവർക്ക് എല്ലാം അറിയാം. പക്ഷെ ഒരു വലിയൊരു ബഡ്ജറ്റുള്ള ക്യാമ്പയിനിലേക്ക് പോകുമ്പോൾ അതല്ലെങ്കിൽ കുറെ അധികം കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ടി വരുന്ന സമയത്ത് അവരുടെ ഒരു സെൽഫ് കോൺഫിഡൻസ് ഒക്കെ കുറഞ്ഞു പോകുന്നത് കാണാൻ വേണ്ടി പറ്റും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമുക്കൊരു ഫസ്റ്റ് ജോബിലേക്ക് ലാൻഡ് ചെയ്യാൻ അതൊരു പക്ഷെ ഒരു 3 മാസമൊക്കെ നിങ്ങളൊന്ന് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ, കൺസിസ്റ്റന്റ് ആയിട്ട് പ്രാക്ടീസസുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ജോബിലേക്ക് ലാൻഡ് ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷെ ഫസ്റ്റ് ജോബിൽ ലാൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഓരോ പ്രോജക്റ്റിൽ നിന്നും പഠിക്കുന്ന മൾട്ടിപ്പിൾ ബിസിനസ്സുകളുടെ കൂടെ, ഫൗണ്ടേഴ്സിന്റെ കൂടെ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ടീമിന്റെ കൂടെ ഏജൻസിയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ് നമ്മൾ ഗെയിൻ ചെയ്യാണ്, ഒരുപാട് മിസ്റ്റേക്സുകൾ നമ്മൾ ഉണ്ടാക്കുകയാണ്. അങ്ങനെ നമ്മൾ ഓരോന്നും എക്സ്പെരിമെന്റ് ചെയ്ത് ഓരോന്നിലും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാമ്പയിൻസുകളൊക്കെ ചെയ്ത് ഒരു 1, 2, 3 വർഷം കൊണ്ട് നമുക്ക് ഉണ്ടായിക്കാവുന്ന, അല്ലെങ്കിൽ നമ്മളൊരു കുറെ കൂടി ഒരു 3 വർഷം ആകുമ്പോഴേക്കും നമുക്ക് ചില ബോധ്യങ്ങളൊക്കെ വരും. അത് നമുക്കൊരു 10 മാസക്കാലം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഈ പ്രോഗ്രാമിൽ ഞങ്ങൾ കാണുന്നത്. ദാറ്റ് മീൻസ് ജിനു ബെൻ അദ്ദേഹം മെറ്റയിൽ 8 വർഷം വർക്ക് ചെയ്തു, 20 വർഷക്കാലം അദ്ദേഹം മീഡിയ ഫീൽഡിൽ വർക്ക് ചെയ്തു. ഞാൻ നോക്കുന്നത് എനിക്ക് എങ്ങനെ അദ്ദേഹത്തിൽ നിന്നും കാര്യങ്ങൾ കൂടുതൽ പഠിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഈ അവസരമാണ് നമ്മൾ AMME പ്രോഗ്രാമിൽ മറ്റുള്ളവർക്കും കൊടുക്കുന്നത്. ബ്രാൻഡ് സ്വാമി സാംസങ്ങിന്റെ കൂടെ വർക്ക് ചെയ്യുന്നു, BPLന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, മിഡിബിക്സിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, പേടിഎമ്മിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിലൊന്നും വർക്ക് ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ ശ്രമിക്കുന്നത് എനിക്ക് എന്ത് അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. അങ്ങനെയാണ് ബ്രാൻഡ് സ്വാമിയും ജിനുവും ഒക്കെ ഈ പ്രോഗ്രാമിന്റെ ഭാഗമാവുന്നതും. അതിൽ ജിനൂബൻ മെറ്റയിൽ നിന്നും റിസൈൻ ചെയ്ത് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നതും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമുക്കൊരു ധൈര്യം വന്നു എന്നുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ വരവോട് കൂടിയൊക്കെ നമുക്ക് മനസ്സിലായി കേരളത്തിൽ, സൗത്ത് ഇന്ത്യയിൽ, ഈ കോഴിക്കോട് യുനെസ്കോയുടെ സിറ്റി ഓഫ് ലിറ്ററേച്ചറിൽ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഒരു ടീം വർക്കാണ് ഈ പ്രോഗ്രാമിന്റെയും ഈ ക്യാമ്പസിന്റെയും സ്കൂളിന്റെ ഒക്കെ പിറകിലുള്ളത്. ഈ ഒരു പ്രോഗ്രാമിംഗിൽ അത്യാവശ്യം നല്ല മെന്റേഴ്സും എല്ലാവരും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രോഗ്രാം. അതെ, നമ്മൾ എല്ലാ പ്ലാറ്റ്ഫോമിൽ നിന്നും, അത് എക്സ് ആവട്ടെ, ഗൂഗിൾ ആവട്ടെ, ഓരോ പ്ലാറ്റ്ഫോമുകളിൽ നിന്നുള്ള എക്സ്പേർട്ടുകളെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ ഫൗണ്ടേഴ്സിനെ, നമ്മൾ ഓരോ ബിസിനസ്സും ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫൗണ്ടേഴ്സിനെ നമ്മൾ ഈ പ്രോഗ്രാമിന്റെ ഭാഗമായി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രാൻഡ് സ്വാമിയും ജിനുവും ഓൾറെഡി നമ്മുടെ കൂടെ തന്നെ ഈ പ്രോഗ്രാമിൽ ഉടനീളമുണ്ട്. ഈ പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നത് മുതൽ നമ്മുടെ കൂടെ ഉണ്ട്. ഒരു 10 മാസക്കാലം കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാൾ ഓരോ ബിസിനസിന്റെയും കൂടെ വർക്ക് ചെയ്ത് 2, 3 വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് ഒരു 10 മാസക്കാലം കൊണ്ട് നമ്മളത് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഈ ഒരു 10 മാസക്കാലം ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ആ ഒരു സ്റ്റുഡന്റ് ഏതൊക്കെ പ്രോസസ്സിലൂടെ ആയിരിക്കും കടന്നു പോവുക? ഇതിനകത്ത് ഡേ 1 മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ബിസിനസിന്റെ ഫൗണ്ടേഷൻ എന്നാണ്. ബിസിനസിന്റെ ഫംഗ്ഷനിങ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് എന്താണ് ശരിക്കും ഒരു ബിസിനസ്. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും പറയും ഏതെങ്കിലും ഒരു പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ആയിരിക്കും ഒരു ബിസിനസ് എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ അതിനൊരു സ്കെയിലബിൾ മോഡൽ ആവണം എന്നുണ്ടെങ്കിൽ ആ പ്രോബ്ലം ഉള്ള ഒരുപാട് പേരെ ഐഡന്റിഫൈ ചെയ്ത് അവരിലൊക്കെയും ഈ സൊല്യൂഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അങ്ങനെ ആകുമ്പോൾ മാർക്കറ്റിങ്ങിനെ കുറെ കൂടി വലുതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മാർക്കറ്റിങ്ങിന്റെ ഒരു ഒബ്ജക്റ്റീവ് എന്താണ്? ആളുകളിൽ ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്യുക, ലീഡ്സ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ ആയിരിക്കും. ഇത് നന്നായി നടന്നു കഴിഞ്ഞാൽ സെയിൽസ് ആണ്. സെയിൽസിന്റെ റെസ്പോൺസിബിലിറ്റി റവന്യൂ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ മാർക്കറ്റിംഗ് നന്നായി നടക്കുന്നിടത്ത് മാത്രമേ സെയിൽസ് ഉള്ളൂ. സെയിൽസ് വളരെ ഹൈ പേയിങ് ആയിട്ടുള്ള ഇൻസെന്റീവ് ഒക്കെ കിട്ടുന്ന, ഒരുപാട് ഏൺ ചെയ്യാൻ പറ്റുന്ന കരിയർ ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. മാർക്കറ്റിംഗ് നന്നായി നടന്നാൽ മാത്രമേ ഇനി അങ്ങോട്ട് ഈ സെയിൽസിന്റെ കാര്യങ്ങളും, നേരത്തെ അങ്ങനെ തന്നെയാണ്, പക്ഷേ മാർക്കറ്റിങ്ങിന്റെ പ്ലാറ്റ്ഫോമുകൾ വളരെ കൂടുതലാണ്. ഇന്ന് ഏതൊരാളുടെ മുന്നിലും അയാളുടെ കയ്യിലുള്ള ഫോണും സ്മാർട്ട് ഫോണൊക്കെ വെച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാനൊക്കെ പറ്റും മാർക്കറ്റിംഗ് ഒക്കെ പറയുന്നത്. നേരത്തെ മാർക്കറ്റിംഗ് ചാനൽസ് എന്നൊക്കെ പറയുന്ന ബിൽ ബോർഡ്സും ഹോർഡിങ്സും TV ആഡ്സും FM ഒക്കെ അഫോർഡബിൾ ആയിരുന്ന ബിസിനസ് എന്നൊക്കെ പറയുന്നത് നിങ്ങളൊരു ജയന്റ് ഒക്കെ ആവണം, നിങ്ങളുടെ കയ്യിൽ നല്ലൊരു ബഡ്ജറ്റ് ഒക്കെ വേണം. ഇന്ന് നിങ്ങൾക്ക് അത്രയും ബഡ്ജറ്റ് ഒന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങളുടെ പ്രോഡക്റ്റും സർവീസസും നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയാൽ നിങ്ങളുടെ ഒരു വൈറൽ കോണ്ടന്റിലൂടെയൊക്കെ നിങ്ങൾക്ക് കയറി വരാൻ പറ്റും. അപ്പോൾ മാർക്കറ്റിംഗും സെയിൽസ് നടക്കുന്നിടത്ത് പിന്നീട് നിങ്ങളുടെ പ്രൊഡക്റ്റോ സർവീസസോ വാങ്ങിയ കക്ഷിക്ക് ഇത് ഡെലിവർ ചെയ്യേണ്ടതുണ്ട്. ഓപ്പറേഷൻസിലേക്ക് പോകും. കസ്റ്റമർ എക്സ്പെക്ടേഷൻസ് മീറ്റ് ആവണം. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഫിനാൻസ് എന്ന് പറയുന്നത് ക്യാഷ് ഫ്ലോ അല്ലെങ്കിൽ മണി ഇൻ ആൻഡ് മണി ഔട്ട്. ക്യാഷ് ഫ്ലോ വളരെ പ്രധാനപ്പെട്ടതാണ്. ട്രാൻസ്പെറൻസി ഉറപ്പുവരുത്തണം. HR എന്ന് പറയുന്നത് പീപ്പിൾ മാനേജ്മെന്റ് ആണ്. R&D എന്ന് പറയുന്നത് നാളെ നിങ്ങളുടെ ബിസിനസ്സിനെ ഈ നാട്ടിൽ നിലനിർത്തുന്ന, ഫിറ്റാക്കി നിർത്തുന്ന ഒന്നാണ് R&D എന്ന് പറയുന്നത്. ഫൈനലി മാനേജ്മെന്റ് എന്നുള്ളത് നിങ്ങളുടെ ബിസിനസിന്റെ ഗ്രോത്ത് ആണ്.
ഞാൻ ഇപ്പോഴും ഇത്രയും കാര്യം പറഞ്ഞതിനിടയിൽ നമ്മളൊന്നും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല. ഇല്ല. നമ്മള് ബിസിനസിനെ കുറിച്ചാണ് സംസാരിച്ചത്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ നാട്ടില് പുതിയ വരുന്ന ആളുകൾക്ക് നന്നായിട്ട് ബിസിനസിനെ കുറിച്ച് മനസ്സിലാക്കി, ബിസിനസിന്റെ ഫംഗ്ഷനിങ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ച് മനസ്സിലാക്കി, ഓരോന്നിന്റെയും ഒബ്ജക്റ്റീവിനെ മനസ്സിലാക്കി, നമ്മൾ ആദ്യത്തെ ഒരു മാസം മുഴുവൻ ബിസിനസ്സും ഓൺട്രപ്രണർഷിപ്പും ഡിഫറെന്റ് മോഡലാണ് സംസാരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, എൻ്റെ കയ്യിലുള്ള ഈ ഒരു വാച്ച്, ഇത് മാനുഫാക്ചർ ചെയ്യുന്നൊരു കമ്പനി ഉണ്ട്. അത് ഡൽഹിയിൽ നിന്നാണ് മാനുഫാക്ചർ ചെയ്യാണെന്ന് കരുതാം. അത് പിന്നീട് മറ്റ് സ്റ്റേറ്റുകളിലേക്ക് അതിനെ കൊണ്ടുപോകുന്നത്. സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് മോഡൽ വ്യത്യസ്തമാണ്. ഫൈനലി ഇതെനിക്ക് കിട്ടുന്നത് തൊട്ടടുത്തുള്ള ഒരു ലുലുവിന്റെ റീറ്റെയിൽ ഷോറൂമിൽ നിന്നാണ് ഞാനിത് വാങ്ങിക്കുന്നതെങ്കിൽ, ലുലു കണക്ട് നിന്നാണ് ഞാൻ വാങ്ങിക്കുന്നതെങ്കിൽ, ഞാനൊരു എൻഡ് യൂസർ എന്ന രീതിയിൽ ഞാൻ റീറ്റെയിൽ ഷോപ്പിൽ നിന്നാണ് ഇത് വാങ്ങിക്കുന്നത്. ഇതിനിടയിൽ ഈ സപ്ലൈ ചെയിൻ മുഴുവൻ വന്നു. പക്ഷെ ഇന്ന് ഒരു ഹെയർ ഓയിലോ അല്ലെങ്കിൽ ഇന്ന് ഇതേ വാച്ച് തന്നെ മാനുഫാക്ചർ ചെയ്ത ഒരാൾക്ക് നേരിട്ട് കസ്റ്റമറിലേക്ക് വിൽക്കാൻ D2C പറ്റും. ഇനി നാട്ടിൽ ഈ വാച്ചിന് നല്ല വിലയൊന്നും കിട്ടില്ല എങ്കിൽ ഇതിനെ എക്സ്പോർട്ട് ചെയ്ത് മറ്റൊരു കൺട്രിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ എക്സ്പോർട്ട് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുമ്പോഴും അതല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോഴും അതല്ലെങ്കിൽ റീറ്റെയിൽ ആയിട്ട് വിൽക്കുമ്പോഴും അല്ലെങ്കിൽ D2C നിങ്ങളൊരു പ്രൊഡക്റ്റ് വിൽക്കുമ്പോഴും ട്രേഡിന്റെ പല വേർട്ടികളിലും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് നന്നായി മനസ്സിലാക്കാതെ എങ്ങനെ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. നമ്മൾ പല ബിസിനസിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴും, ഇപ്പം ഇംപെക്സിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴും സൊളയറിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴും അതൊക്കെ ഒരു B2B സെഗ്മെന്റിൽ നിൽക്കുന്ന ആ ബ്രാൻഡുകളുടെ കൂടെ നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇവരുടെ പല കണ്ടന്റുകളിലും ഇവർ പറയാറുണ്ട്, ഈ കണ്ടന്റ് ഞങ്ങൾക്ക് പറ്റില്ല, അല്ലെങ്കിൽ ഈ ക്യാമ്പയിൻ ഞങ്ങൾക്ക് വർക്ക് ആവില്ല, കാര്യം ഇതൊരു റീറ്റെയിലർ ചെയ്യേണ്ട ക്യാമ്പയിനാണ്. അപ്പോഴാണ് കൂടുതലും നമ്മുടെ ടീം മെമ്പേഴ്സ് അതിനെക്കുറിച്ച് അലേർട്ട് ആവുന്നത്. ശരിയാണല്ലോ, ഇത് ഇവിടെ പറ്റില്ലല്ലോ. അപ്പം ആളുകൾ കൺഫ്യൂസ്ഡ് ആവും, ഏത് മോഡൽ ബിസിനസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏത് ടൈപ്പ് ബിസിനസ് ചെയ്യുന്ന ബ്രാൻഡുകൾക്ക്, ബിസിനസ്സുകൾക്ക് നമ്മൾ എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ. അങ്ങനെയാണ് ശരിക്കും ഫസ്റ്റ് മന്തിൽ മുഴുവൻ ബിസിനസ്സിലൂടെ പോകുന്നത്. ഫസ്റ്റ് മാസം തന്നെ ബിസിനസ് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഫൗണ്ടേഴ്സിൽ നിന്ന് കേൾക്കുന്നു, ബിസിനസിന്റെ പ്രോബ്ലങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നു. നമ്മളൊരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുപാട് ടൂളും ടെക്കും സൊല്യൂഷൻസും പ്രാക്ടീസസും അസസ്മെന്റ് ഒക്കെ പ്ലാൻ ചെയ്താൽ പോലും ഇതിന്റെ ഒരു പർപ്പസ് മനസ്സിലാവുക എന്നുള്ളത്, എന്തിനാണ് ഒരു ബിസിനസ് എന്നിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, എന്തിനാണ് എന്റെ ഏജൻസി എനിക്ക് പേ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു ബിസിനസിന്റെ പെയിൻ പോയിന്റുകളെ, അതിന്റെ ഒരു മാർക്കറ്റിംഗ് ചലഞ്ചസുകളെ, ഒരു ബിസിനസിന്റെ സ്കെയിലിംഗിലെ അതിന്റെ നീഡിനെ, റിക്വയർമെന്റിനെ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഒരു ആദ്യത്തെ മാസം ബിസിനസിന്റെ ഫൗണ്ടേഷനും കാര്യങ്ങളും തന്നെയാണ് പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ക്രിയേറ്റീവ് ബിസിനസ് സ്കൂൾ ഫോർ ക്രിയേറ്റേഴ്സ് ആൻഡ് മാർക്കറ്റേഴ്സ് എന്നൊക്കെ വിളിച്ചതും, ഡിസൈൻ ഫോർ ജെൻസി എന്നൊക്കെ വിളിച്ചതും. അങ്ങനെ ബിസിനസ്സിലൂടെ പോയി മാർക്കറ്റിംഗ് വന്ന് മാർക്കറ്റിംഗിന്റെ മാസ് മീഡിയകളെ കുറിച്ചും കേസ് സ്റ്റഡികൾ ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകളാണ് വിം ബാർ, സോപ്പ്, ഡോവ്, ലൈഫ് ബോയ് ഒക്കെ പോവുകയാണെങ്കിൽ FMCG ബ്രാൻഡുകൾ ഒരുപാടുണ്ട്. FMCG ബ്രാൻഡുകളിൽ ഹിന്ദുസ്ഥാൻ യൂണിലീവർ ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടേൺ ഓവറുള്ള കമ്പനി. ഞാൻ മനസ്സിലാക്കുന്നത് 64,000 കോടി രൂപയാണ് അവരുടെ കഴിഞ്ഞ വർഷത്തെ ടേൺ ഓവർ. അവരുടെ മാർക്കറ്റിംഗ് സ്പെൻഡ് 4,000 കോടി രൂപയുടെ മുകളിലാണ്. ഈ താരിഫിനെ ബേസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്ന പ്ലാറ്റ്ഫോമുകളെ നെഗോഷിയേറ്റ് ചെയ്യണം. ഇപ്പം നമ്മളൊരു ന്യൂസ് പേപ്പർ പരസ്യങ്ങളൊക്കെ ചെയ്യുമ്പം പരമാവധി നമുക്ക് ചെയ്യാൻ പറ്റുക ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ അതിനെ നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങുക എന്നുള്ളതാണ്. അതിന്റെ ഓഡിയൻസ് ഒന്നും നമ്മുടെ കൺട്രോളിൽ ഇല്ല. മൊത്തം മനോരമ 20 ലക്ഷം വരിക്കാരാണെങ്കിൽ മനോരമയുടെ ഫുൾ പേജ് പരസ്യം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പെക്ടേഷൻ 20 ലക്ഷം പേരിലേക്ക് അത് പോകും എന്നുള്ളതാണ്. അതല്ലെങ്കിൽ അത് വായിക്കുന്ന മറ്റു ഫാമിലി മെമ്പേഴ്സ് ഉൾപ്പെടെ ഒരു ഓഫീസിലൊക്കെ ആണെങ്കിൽ വി സ്പ്രേ ആൻഡ് വി പ്രേ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. മാസ് മീഡിയയിലേക്ക്, മാസ് മീഡിയയും ദെൻ ഡിജിറ്റൽ മീഡിയയും ദെൻ ഓരോന്നിന്റെയും വർക്കിങ്ങും ഈ അൽഗോരിതം ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന പ്ലാറ്റ്ഫോമിനെ എങ്ങനെ ക്രാക്ക് ചെയ്യുക എന്നുള്ളതും പിന്നീട് ഒരു മാർക്കറ്റിംഗിന്റെ ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളോട് പോവാണ്. 6ാമത്തെ മാസം മുതൽ ലേണിംഗ് ബൈ ഡൂയിങ്ങിനോടൊപ്പം തന്നെ ഏണിംഗ് വൈൽ ലേണിംഗും സ്റ്റാർട്ട് ചെയ്യും. ഈ 6 മാസത്തെ അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ വെച്ചുകൊണ്ട് റിയൽ വേൾഡ് പ്രോബ്ലങ്ങളിലേക്ക് ടീം മെമ്പേഴ്സ് പോകും, ലേണേഴ്സ് പോകും, പ്രോജക്റ്റുകൾ വർക്ക് ചെയ്യും. അങ്ങനെ അവർക്ക് എത്രത്തോളം പ്രോജക്ട്സുകളിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റുമോ ആസ് മച്ച് ആസ് പോസിബിൾ അതിൽ വർക്ക് ചെയ്യും. അതിന്റെ റെമ്യൂണറേഷൻ അവർക്ക് നേരിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. 6 മാസത്തിന് ശേഷം 7ാമത്തെയും 8ാമത്തെയും 9ാമത്തെയും 10ാമത്തെയും മാസം ഈ അഡ്വാൻസ്ഡ് മാർക്കറ്റിംഗ് മാനേജർ ആൻഡ് ഓൺട്രപ്രണർഷിപ്പ് പ്രോഗ്രാമിലെ സ്റ്റുഡൻസ് വർക്ക് ചെയ്തതിന്റെ റെമ്യൂണറേഷൻ മുഴുവനും അവരിലേക്ക് പോകും. അതിൽ പൈസ ഉണ്ടാക്കുക എന്നുള്ളതല്ല, കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഞാനൊരു കാര്യം പഠിച്ചു, എനിക്ക് അതിൽ നിന്നും ഒരു റെമ്യൂണറേഷൻ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താം. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ കോൺഫിഡൻസ് കൂടും. നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യുന്നതും ഒരു ബിസിനസിന്റെ എക്സ്പെക്ടേഷൻസും നമ്മളതിന്റെ റിപ്പോർട്ടിംഗ് സ്റ്റൈലും എങ്ങനെയാണ് ഫണ്ട് അല്ലെങ്കിൽ അതിനൊരു പേയ്മെന്റ് കളക്ട് ചെയ്യുക എന്നുള്ളതൊക്കെ ആയിട്ട് ലേണിംഗ് ബൈ ഡൂയിങ്ങിനോടൊപ്പം ഏണിംഗ് വൈൽ ലേണിംഗ് കൂടി സംഭവിക്കും. അങ്ങനെ ഒരു 10 മാസത്തിന് ശേഷം അവര് ഇന്റർവ്യൂസുകൾ അറ്റൻഡ് ചെയ്യുകയാണ്. നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഇന്ത്യയിലെ അല്ലെങ്കിൽ വേൾഡിലെ തന്നെ ലീഡിംഗ് ആയിട്ടുള്ള ബിസിനസ് ഗ്രൂപ്പുകളുടെ കൂടെയും MNCകളുടെ കൂടെയും ഏജൻസികളുടെ കൂടെയൊക്കെ നമ്മുടെ ടീം മെമ്പേഴ്സ്
പ്ലേസ്ഡ് ആവണം എന്ന രീതിയിലാണ് ഇതിനെ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആ നേരത്തെ പറഞ്ഞ ഒരു ധൈര്യം ഉണ്ടല്ലോ, ഇവരൊക്കെ ആ. കൂടെയുള്ള ധൈര്യം, ബ്രാൻഡ് സ്വാമി അങ്ങനെയുള്ള ആൾക്കാർ, ആ ഒരു ധൈര്യം 10 മാസങ്ങൾക്ക് ശേഷം നിങ്ങൾ അവർക്കും കൊടുക്കുകയാണ്. അതെ, തീർച്ചയായിട്ടും. അപ്പൊ ആ ധൈര്യത്തിലാണ് കക്ഷി മെറ്റയിൽ നിന്ന് ഇറങ്ങി വന്നത്. ഓക്കെ, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, നമ്മുടെ സ്റ്റുഡൻസിന് പഠിക്കാൻ വരുന്ന കുട്ടികൾക്കും ആ ഒരു 10 അതെ. മാസം കഴിഞ്ഞാൽ See, ഇതിന്റെ ഒരു ബെനിഫിഷ്യറീസ് അല്ലെങ്കിൽ ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് ഈ പ്രോഗ്രാമിലൊക്കെ ജോയിൻ ചെയ്യുന്ന ലേണേഴ്സ് തന്നെയായിരിക്കും. ഒരു പക്ഷേ ജിനുവിനാവട്ടെ ബ്രാൻഡ് സ്വാമിക്കാവട്ടെ നേരിട്ടൊരു ബ്രാൻഡിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന റെമ്യൂണറേഷൻ അല്ലെങ്കിൽ ആ സമയത്ത് ഉണ്ടാവുന്ന ഒരു ഫൈനാൻഷ്യൽ ബെനിഫിറ്റ്സ് ഇവിടെ കിട്ടിക്കൊള്ളുന്നില്ല. പക്ഷെ നമ്മുടെ ഒരു ലൈഫിന്റെ ഒരു ജേണി ഉണ്ടല്ലോ, ആദ്യത്തെ ഒരു 20 വർഷം പിന്നീട് അങ്ങനെ പോകുന്ന സമയത്ത് ജിനു പറഞ്ഞിരിക്കുന്നത് ദിസ് ഈസ് ദ ടൈം ടു റിട്ടേൺ എന്നുള്ളതാണ്. ഞാൻ കുറെ അധികം കാര്യങ്ങൾ ചെയ്തു, കുറെ അധികം വർഷം ഞാൻ വർക്ക് ചെയ്തു, കോർപ്പറേഷനിലൊക്കെ വർക്ക് ചെയ്തു, ഇനി എനിക്ക് എന്തെങ്കിലും തിരിച്ചു കൊടുക്കണം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അവ സമൂഹത്തിന് കൊടുക്കാതുള്ളത്. അപ്പം അവരുടെ ഒരു നോളജും അവർ ഇതുവരെ ചെയ്തിരിക്കുന്ന കാര്യങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. ഇവരുടെ കൂടെ അടുത്ത് വർക്ക് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഗുണങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ ഇനി എന്റെ ലേണേഴ്സിനും കിട്ടണം എന്നുള്ളതാണ് CDയിൽ നിന്നും ക്രിയേറ്റേഴ്സ് ആൻഡ് മാർക്കറ്റേഴ്സ് സ്കൂളിലേക്ക് വരുമ്പോൾ ഒരു ഫൗണ്ടർ എന്ന രീതിയിൽ എൻ്റെ ഒരു ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ അതിന്റെ ക്വാളിഫിക്കേഷൻ സാധാരണ കുറച്ച് പേര് പറയുന്നത് കേട്ടു, +2 പറ്റില്ല, ഡിഗ്രി ഉള്ളവർക്ക് മാത്രമേ ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ, അതിലൊരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടിരുന്നു. ശരിയാണോ? ശരിക്കും പറഞ്ഞാൽ ഡിഗ്രിയിലൂടെ നമുക്ക് ഉണ്ടാകുന്ന സ്കില്ലും അല്ലെങ്കിൽ ആ നോളജും ഒക്കെ ഈ പ്രോഗ്രാമിന്റെ ഒരു ക്വാളിഫിക്കേഷൻ ആയിട്ടല്ല നമ്മൾ കാണുന്നത്. അതായത് പലപ്പോഴും MNCs അല്ലെങ്കിൽ ലീഡിംഗ് ആയിട്ടുള്ള കമ്പനീസ് അവരുടെ റിക്രൂട്ട്മെന്റിൽ NE ഡിഗ്രി ക്വാളിഫിക്കേഷൻ വെക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രോഗ്രാമിന്റെ സക്സസ് റേറ്റിന്റെ ഭാഗമായിട്ട് NE ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഈ പ്രോഗ്രാമിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. പെർസ്യൂങ് ആണ് അല്ലെങ്കിൽ ഒരു ഓൺലൈനിലോ റെപ്യൂട്ടഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിലോ എൻറോൾ ചെയ്ത ഒരാൾക്കും ആ ഡോക്യുമെന്റ്സിന്റെ ഒക്കെ പിൻബലത്തിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അസസ്മെന്റ് ഉണ്ട്. അസസ്മെന്റ് എന്നുള്ളത് അവർക്ക് എന്തൊക്കെ അറിയാം എന്നുള്ളത് നോക്കാനല്ല, എത്രത്തോളം ഇൻട്രസ്റ്റും ഡിസയറും പാഷനും ആളിലുണ്ട്. നമ്മുടെ ഈ പ്രോഗ്രാമിന് അവസരം കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഒരു കരിയർ ഗോൾ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രൊഫഷണൽ ലൈഫിൽ ലോങ് ടേമിൽ അവരുടെ ഡ്രീം ആയിട്ട് ഈ ഇൻഡസ്ട്രിയും ഇതിലെ കരിയറും കാണുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങൾ നോക്കാൻ വേണ്ടി മാത്രം പ്രോഗ്രാമിന് അസസ്മെന്റ് ഉണ്ട്. അസസ്മെന്റ് ക്വാളിഫൈഡ് ആയാൽ മാത്രമാണ് അഡ്മിഷൻസിലേക്ക് പോകുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞത് ഈ ഒരു മാർക്കറ്റിംഗ് സ്കൂളിനെ പറ്റി. ഇതെപ്പോഴാണ് ഇതിന്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്? അഡ്മിഷൻസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. കുറച്ചു പേരൊക്കെ അഡ്മിഷൻസ് എടുത്തു തുടങ്ങി. ഒരുപാട് അപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. അതിനകത്ത് അസസ്മെന്റ് കഴിഞ്ഞിട്ട് ക്വാളിഫൈഡ് ആവുന്ന ആളുകൾക്കാണ് ഇമെയിൽ ത്രൂ കൺഫർമേഷൻ പോകുന്നതും അവരാണ് അഡ്മിഷൻ എടുക്കുന്നതും. ഫസ്റ്റ് ബാച്ച് ആയതുകൊണ്ട് തന്നെ ഒക്ടോബറോട് കൂടി സ്റ്റാർട്ട് ചെയ്യണമെന്ന് കരുതുന്നത്. ഓഗസ്റ്റിലാണ് നമ്മളിപ്പോൾ ഇത് ഇനാഗുറേറ്റ് ചെയ്തത്. പ്രകാശ് വർമ്മ സാർ വന്നു, ഈ സ്പേസ് പബ്ലിക്കിന് ഓപ്പൺ ആക്കി. 1 മാസം ആവുന്നതേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ AMMയുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, നമ്മളിപ്പോ ഈ ഒരു സ്കൂളിനെ പറ്റിയാണ് സംസാരിച്ചത്. ഇനി എനിക്ക് അറിയേണ്ടത് CDAയുടെ ചരിത്രം, അല്ലെങ്കിൽ ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ കേരളത്തിൽ അല്ലെങ്കിൽ കോഴിക്കോട് ഞാൻ കാണുമ്പോൾ 2-3 മികച്ച ആളുകളുടെ പേര് മാത്രമേ എനിക്ക് ഓർമ്മയിൽ വരുന്നുള്ളൂ. അപ്പോൾ ഒരു ഏജൻസിയാണ് CDA എന്ന് പറയുന്നത്. ഈ CDA തുടങ്ങാനായിട്ടുണ്ടായ സാഹചര്യം അല്ലെങ്കിൽ ഇതിലേക്കുള്ള ജേർണി എങ്ങനെയായിരുന്നു? വളരെ ഷോർട്ടായിട്ട് പറയാം. ഞാൻ 2015 എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് പുറത്തിറങ്ങുന്നത്, 15. അന്ന് നമുക്ക് യൂട്യൂബിലൊരു ബഫറിംഗ് ഇല്ലാതെ വീഡിയോ കാണാൻ പ്രയാസമാണ്. അന്ന് ചൈനയിലെ വുഹാനിൽ പോലും കോവിഡ് വന്നിട്ടില്ല. അന്ന് ആ സമയത്ത് 2015 ഞാൻ എൻ്റെ കുടുംബത്തിലൊക്കെ ഉള്ള ആളുകളുടെ ബിസിനസ്സിലൊക്കെ അവിടെ നടക്കുന്ന, ഇപ്പോൾ ഇത് ഓണക്കാലത്തൊക്കെ ആണെങ്കിൽ അവിടെ നടക്കുന്ന ഓണം കോൺടെസ്റ്റുകളും ലക്കി ഡ്രോ ഒക്കെ ഉണ്ടാവും. അങ്ങനെ ആകുമ്പോൾ ഞാൻ ഈ വെക്കേഷൻ സമയത്ത് കുടുംബക്കാരുടെ ഒക്കെ ബിസിനസ്സിൽ പോകുന്ന സമയത്തും എനിക്ക് താല്പര്യം അവിടെയുള്ള സാധനങ്ങൾ അടുക്കി വെക്കുക അല്ലെങ്കിൽ കൗണ്ടറിൽ ഇരിക്കുക എന്നുള്ളതൊന്നുമല്ല. എങ്ങനെയൊക്കെ അതിന്റെ പുറത്തെ ബോർഡുകളും അല്ലെങ്കിൽ അന്നത്തെ ന്യൂസ് പേപ്പറിലൊക്കെ ഇൻസേർട്ട് ആയിട്ട് പോകുന്ന പരസ്യങ്ങളൊക്കെയും അങ്ങനെയുള്ള ക്യാപ്ഷൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറായി ഞാൻ മാർക്കറ്ററായി മാറുന്നതിലെ എല്ലാ പ്രയാസങ്ങളും 2015 മുതൽ 2019 വരെ 4 വർഷം ഞാൻ അനുഭവിച്ചു. ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറായിട്ട് എവിടെയും ജോലി ചെയ്തിട്ടില്ല, പാസ്സായിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ബാംഗ്ലൂരും മുംബൈയും ഒക്കെ ആയിട്ട് ഓൺലൈനിലും ഓഫ്ലൈനും ഒക്കെ ആയിട്ട് മാർക്കറ്റിംഗിൽ എനിക്ക് കുറച്ച് ക്വാളിഫിക്കേഷൻസ് ഉണ്ടാക്കണമല്ലോ, അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളായി. പിന്നീട് അങ്ങനെ കുറേയധികം പ്രോഗ്രാംസുകളും കുറേയധികം ആളുകളുമായിട്ട് പരിചയപ്പെട്ടു, സംസാരിച്ചു. അങ്ങനെ ഞാൻ 2019 തീരുമാനമെടുത്തു ഒരു മാർക്കറ്റിംഗ് ഏജൻസി സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. അപ്പോഴും കോവിഡ് വന്നിട്ടില്ല. 2019 ഞങ്ങളുടെ മാർക്കറ്റിംഗ് ഏജൻസി കോഡ് ക്യൂബ്സ് സ്റ്റാർട്ട് ചെയ്തു. സ്വാഭാവികമായിട്ടും ഞാൻ ഈ 15 മുതൽ 19 വരെ ഞാൻ തനിച്ച് വർക്ക് ചെയ്യുന്ന സമയത്തുള്ള റെഫറൻസും എൻ്റെ പരിചയത്തിലുള്ള ബിസിനസ്സുകളൊക്കെ ആയിട്ട് 2019 ഏജൻസി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് അത്യാവശ്യം ക്ലയൻസ് ഉണ്ടായിരുന്നു. ടീം ഹയറിംഗ് ഭയങ്കര ബുദ്ധിമുട്ടായി വന്നു. ഈ HR ഏരിയയില് റിക്രൂട്ട്മെന്റിലും നല്ല ആളുകളെ കിട്ടാതെ പ്രശ്നം. അങ്ങനെയാണ് ഞങ്ങൾ പതുക്കെ
ട്രെയിനിങ് ആരംഭിക്കുന്നത്. അപ്പോഴും അതൊരു കാലിക്കറ്റ് ഡിജിറ്റൽ അക്കാഡമി എന്നുള്ള രീതിയിൽ നമ്മളൊരു അക്കാഡമി സ്കെയിൽ ചെയ്ത് പോകണം എന്നുള്ള ഉദ്ദേശത്തിലൊന്നും ആയിരുന്നില്ല. അവിടെ നിന്ന് നമ്മൾ ട്രെയിൻ ചെയ്യുന്നു, നമ്മൾ തന്നെ ടീമിനെ അബ്സോർബ് ചെയ്യുന്നു, പിന്നെയും അതൊരു മോഡൽ എന്ന രീതിയിൽ വളർന്നു വരുന്നു, സ്കെയിൽ ചെയ്യുന്നു. അങ്ങനെയാണ് അതിനൊരു സെപ്പറേറ്റ് ഇപ്പോൾ CD എന്ന് ഇന്ന് കാണുന്ന രീതിയിലേക്കൊക്കെ എത്തിയത്. അന്ന് ആ ഏജൻസിയിൽ തന്നെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത അക്കാഡമി ആയതുകൊണ്ട് ഏജൻസി ബേസ്ഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അക്കാഡമി എന്നൊക്കെ വന്നു. പിന്നെ സ്കെയിൽ ചെയ്തപ്പോൾ അത് കേരളത്തിൽ ആ ഒരു കൈൻഡിൽ വലുതായതുകൊണ്ട് തന്നെ കേരള ഫസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് എന്ന രീതിയിലേക്ക് വന്നു. പിന്നെ ഇപ്പോൾ നിങ്ങൾ കണ്ട ക്യാമ്പസുമായിട്ട് വന്നു, ദെൻ കൊച്ചിയിൽ വന്നു, ലൈവ് ഓൺലൈനിലൊക്കെ ആയിട്ട് അതും സ്കെയിൽ ചെയ്ത് വന്നു. പറ്റിയ ടൈം ഒരു പിന്നെ അത്യാവശ്യം 500-ലധികം പേരൊക്കെ അറ്റൻഡ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു. അതിന് സന്തോഷമുള്ള കാര്യം എന്താ വെച്ചാൽ CDയിൽ തന്നെ പഠിച്ച ഒരു 30ഓളം പേർ നമ്മുടെ ഏജൻസിയിലും നമ്മുടെ ടീമിലുമായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒന്നിലധികം CDക്കാർ വർക്ക് ചെയ്യുന്ന കുറേയധികം ഏജൻസീസും ഹൈലൈറ്റ് ബിസിനസ് പാർക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ CDക്കാരുടെ ഒരു ടീ ബ്രേക്കിലും ലഞ്ച് ബ്രേക്കിലൊക്കെ ഒരുമിച്ച് ചേരുന്നതും അവരുടെ സെൽഫിയൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെയാണ് ഏജൻസിയും അക്കാഡമിയും ഒക്കെ സ്റ്റാർട്ട് ചെയ്തൊരു ജേർണി ഷോർട്ടായിട്ട് പറഞ്ഞാൽ. ഈ ഒരു CDA എന്നൊരു പേരുണ്ടല്ലോ, കാലിക്കറ്റ് ഡിജിറ്റൽ അക്കാഡമി, ക്രിയേറ്റീവ് ഡിജിറ്റൽ ആസ്പിറൻസ് എന്ന രീതിയിലേക്കാണ് അതിനെ നമ്മൾ റീബ്രാൻഡ് ചെയ്തു. ഓക്കെ. കാരണം വെച്ചാൽ കാലിക്കറ്റ് നിന്ന് ഇപ്പൊ കൊച്ചിയിലേക്ക് വന്നു, ഇനിയിപ്പോ പല സ്ഥലങ്ങളിലേക്കും പോകാനായിട്ട് ഉദ്ദേശിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ റീബ്രാൻഡ് ചെയ്തു. അതിന് നമ്മൾ ആ സമയത്ത് തന്നെ, അതായത് ഇനീഷ്യൽ സമയത്ത് തന്നെ നമ്മൾ അതിന്റെ പേര് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ ആക്സിഡന്റലി ഇതിലോട്ടേക്ക് വന്നതാണ്. നമ്മൾ ഏജൻസി തന്നെയാണ് നമ്മുടെ ബ്രെഡ് ആൻഡ് ബട്ടർ. ഏജൻസിയിലെ ക്ലയൻസുകൾ തന്നെയാണ് നമ്മുടെ എല്ലാ ലേണിങ്സും, നമുക്ക് എല്ലാ സപ്പോർട്ടും ഏജൻസിയിലുള്ള ക്ലയൻസും ആ ടീമൊക്കെ തന്നെയാണ്. അതിൽ നിന്നുള്ളൊരു ട്രെയിനിങ് ആയതുകൊണ്ട് അതിനൊരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആക്കുകയും അതിൻ്റെ ഒരു സ്കെയിലബിലിറ്റി വേറൊരു മോഡൽ ആയതുകൊണ്ട് തന്നെ കാര്യം നമ്മളവിടെ ഏജൻസിയിൽ നമ്മളൊരു ബിസിനസിന്റെ കൂടെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു B2B ലെവലിലാണ് നമ്മൾ അതിന്റെ സർവീസ് മാർക്കറ്റിംഗ് ആസ് എ സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ ആ ലേണിങ്സ് ആണ് ഷെയർ ചെയ്യുന്നത്. ഒരു ബാച്ചിൽ ഒരു 20 പേരൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒരു വർഷം നമുക്കൊരു ക്ലയന്റ് ആയിട്ട് 25 പേരൊക്കെ ഉണ്ടാവാം. ഇവിടെ ഒരു ബാച്ചിൽ 20 പേരുണ്ടെങ്കിൽ ഓരോ 3 മാസം കൂടുമ്പോഴും 20 പേര് മാറുമ്പോൾ ഒരു വർഷം നമ്മളൊരു അത്രയും അധികം ആളുകളിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ ആ CD എന്നുള്ള പേര് കുറച്ചുകൂടി അധികം പോപ്പുലർ ആണ് ദാൻ കോഡ്ക്യൂബ്സ്. അപ്പോൾ അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ എന്താ പറയുക കോമ്പറ്റീഷൻ ഉള്ള ഒരു ഫീൽഡാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഒരുപാട് ഏജൻസികൾ അല്ലെങ്കിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അതിൽ നിന്നെല്ലാം സ്റ്റാൻഡ് ഔട്ട് ചെയ്യാനായിട്ട് എന്താണ് CDA ചെയ്യുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ CDയിൽ നിന്നും പഠിച്ചിറങ്ങുന്ന ആളുകൾ നമ്മുടെ തന്നെ എക്കോസിസ്റ്റത്തിൽ കോഡ്ക്യൂബ്സിലും കണ്ടന്റ് മാനുഫാക്ചറിങ് കമ്പനിയും ഒക്കെ ആയിട്ട് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നു. സോ ഞാനെപ്പോഴും CDയിൽ നിന്നും പോകുന്ന ഒരു ലേണർ അല്ലെങ്കിൽ ഒരു അംബാസിഡർ അയാൾ എന്ത് ഇമ്പാക്റ്റ് ആണ് അയാളുടെ കരിയറിലും ലൈഫിലും അയാളുടെ ചുറ്റുപാടും അയാൾ വർക്ക് ചെയ്യുന്നിടത്തൊക്കെ ചെയ്യുക എന്നുള്ളത് എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒന്നാണ്. ദെൻ ഈ ഏജൻസീസുമായിട്ടുള്ള നമ്മുടെ ഒരു കണക്ഷൻ, റിക്രൂട്ടേഴ്സിന്റെ ഒരു വലിയ സപ്പോർട്ട്, അതുപോലെ ഫൗണ്ടേഴ്സ്, ബിസിനസ് ഓണേഴ്സ് ആയിട്ടുള്ള വലിയൊരു നെറ്റ്വർക്ക്, ഈ അലുമിനീസ് തന്നെയാണ് അല്ലെങ്കിൽ അംബാസിഡേഴ്സ് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു കരുത്തെന്ന് പറയുന്നത്. സോ ഈ മാർക്കറ്റിലെ മറ്റ് കോമ്പറ്റീഷൻസോ കാര്യങ്ങളോ എന്നതിനപ്പുറത്തോട്ടേക്ക് ഞാനെപ്പോഴും ടേക്ക് കെയർ ചെയ്യുന്നത് എൻ്റെ അംബാസിഡേഴ്സിനെയും എൻ്റെ റിക്രൂട്ടേഴ്സിനെയും നമ്മുടെ എക്കോസിസ്റ്റത്തിൽ വരുന്ന ആളുകളെയൊക്കെ തന്നെയാണ്. അത് കണ്ടിന്യൂസ്ലി പ്രോഗ്രാമിന്റെ അകത്ത് ചേഞ്ചസിൽ കൊണ്ടുവരും. ഓരോ മണിക്കൂറിലും ഇവോൾവ് ചെയ്ത് നമ്മൾ തന്നെ ഓരോന്ന് എക്സ്പെരിമെന്റ്. ഇപ്പൊ ഞങ്ങൾ ഹയർ ചെയ്ത ഒരു കാൻഡിഡേറ്റിന് കോഡ്ക്യൂബ്സിൽ ഞങ്ങൾ കാണുന്ന ഒരു ലാക്ക് ചെയ്ത് എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നീട് അതെങ്ങനെ അക്കാഡമിയിലൂടെ സോൾവ് ചെയ്യാൻ പറ്റും എന്നാണ് നോക്കുന്നത്. കമ്മ്യൂണിക്കേഷനാണ് ലാക്ക് ചെയ്തെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിൽ ഇപ്പോൾ 24 സ്പീക്കപ്പ് സെഷൻസ് ഉണ്ട്. ഇനീഷ്യലി അത് ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഓരോ ടാസ്കുകളും ഫിനിഷ് ചെയ്ത് പോകുന്നതിലും ട്രാക്ക് ചെയ്യുന്നതിലൊക്കെ ബുദ്ധിമുട്ട് വന്നപ്പോഴാണ് നമുക്ക് അസൈൻമെന്റ് ട്രാക്കറുകൾ വന്നു തുടങ്ങിയത്. ഇന്റർവ്യൂവിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്തപ്പോഴാണ് നമ്മൾ ഇന്റർവ്യൂ ട്രെയിനിങ്ങും സോഫ്റ്റ് സ്കില്ലും ഒക്കെ ആയിട്ടുള്ള അഡീഷൻസ് വന്നു തുടങ്ങിയത്. ലൈവ് റാങ്കിങ് ആണെങ്കിലും SEO ആണെങ്കിലും ഇതിനകത്ത് നമ്മുടെ ടീമിൽ തന്നെ ചില കോമ്പറ്റീഷൻസ് ഉണ്ട്. എല്ലാ മാസവും 1-ാം തീയതി സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷനിൽ നമ്മുടെ കുട്ടികൾ റാങ്ക് ചെയ്യുന്നത് ലേണേഴ്സിന്റെ ഫോട്ടോയും കീവേഡും അനുസരിച്ച് നമ്മൾ പബ്ലിഷ് ചെയ്യും. ഞാനത് പല സോഷ്യൽ മീഡിയയിലും കണ്ടിട്ടുണ്ട്. അത് ഞങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്ന ഒന്നാണ്. പലരും പറയും അത് ചെയ്യുന്നത് മോശമല്ലേ, അല്ലെങ്കിൽ അത് ആ കീവേഡ് ഇങ്ങനെയല്ലേ. അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു കുട്ടി ആദ്യമായിട്ടാണ് ഒരു വെബ്സൈറ്റും അതിന്റെ ബാക്കെൻഡും അതിന്റെ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷന്റെ ടാസ്കുകളും പ്രാക്ടീസസുകളും ഒക്കെ ചെയ്യുന്നത്. അയാളുടെ ആ വെബ്സൈറ്റും ഡൊമൈനൊക്കെ പർച്ചേസ് ചെയ്തത് ഈ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ്. അങ്ങനെ ഒരു 1.5 മാസം അയാളുടെ ഉറക്കമുളച്ചുള്ള എഫേർട്ടാണ് ഏതെങ്കിലും ഒരു കീവേഡിൽ സെർച്ച് ടേബിൽ ആ വെബ്സൈറ്റ് റാങ്ക് ചെയ്ത് വരുന്നത്. അത് കോമ്പറ്റീഷൻ നോക്കുന്നില്ല, അവരുടെ ഒരു സന്തോഷം ഉറപ്പായിട്ട് അത് അപ്രീഷിയേറ്റ് ചെയ്യുമ്പോഴാണ് ഇതിനേക്കാൾ കൂടുതൽ കോമ്പറ്റീഷൻ ഉള്ള ഇനിയും റെമ്യൂണറേഷൻ ഒക്കെ വാങ്ങിച്ചിട്ടുള്ള ഒരു ക്ലയന്റ് വർക്കിലൊക്കെ അയാൾക്ക് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അതും ഫസ്റ്റ് പൊസിഷനിൽ വരുന്നത് മാത്രമാണ് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നത്. അതൊരു പക്ഷേ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിസ്റ്റ് ഇൻ കണ്ണൂർ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിസ്റ്റ് ഇൻ കോട്ടയം അല്ലെങ്കിൽ കാലിക്കറ്റ് എന്നൊക്കെ ആയിരിക്കും ഉണ്ടാവാം. പക്ഷെ അതൊരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള എഫേർട്ടാണ്.
അത് സി ഡിയുടെ അംബാസിഡേഴ്സ് തന്നെ വർക്ക് ചെയ്യുന്ന കുറെ അധികം കീവേഡ്സ് ഉണ്ട്. അതല്ലാത്തയും കീവേഡ്സുകളുണ്ട്. എക്സാമ്പിൾ അവന്റെ തന്നെ പിന്നെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അക്കുപഞ്ചർ ചെയ്യുന്ന ആൾക്കാർ, മെഹന്തി ആർട്ടിസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ, ക്രാഫ്റ്റ് ചെയ്യുന്ന ആൾക്കാർ, ഹോം ബേക്കർ ആയിട്ടുള്ള ആൾക്കാർ, അവരൊക്കെയും അവന്റെ വെബ്സൈറ്റും ആ കീവേഡുകളൊക്കെയാണ് റാങ്ക് ചെയ്യുന്നത്. അങ്ങനെ തുടങ്ങി പ്ലേസ്മെന്റ് നമ്പേഴ്സിലും പ്ലേസ്മെന്റ് ഓഫീസർ അല്ലെങ്കിൽ പ്ലേസ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഡിപ്പാർട്ട്മെന്റാണ്. നമ്മൾ അതിന്റെ പേര് വിളിച്ചിരിക്കുന്നത് പ്ലേസ്മെന്റ്സ് ആൻഡ് കമ്മ്യൂണിറ്റി മാനേജ്മെന്റ് എന്നുള്ളതാണ്. ഈ വർഷവും ജനുവരിയിൽ ആദ്യവാരം നമ്മൾ വലിയൊരു ഇവന്റ് കൊച്ചിയിൽ വെച്ച് നടന്നു. അന്നാണ് എനിക്ക് തോന്നുന്നു ലിങ്ക്ഡിന്റെ പ്രോഗ്രാം, നിങ്ങളുടെ പ്രോഗ്രാം 1000 പേരുടെ പരിപാടി അല്ല, അങ്ങനെയല്ലായിരുന്നു? അതെ അതെ, അന്നൊരു വലിയ പ്രോഗ്രാം ആയിരുന്നു ഉണ്ടായിരുന്നത്. അന്നാ ജനുവരിയിലെ ആദ്യത്തെ ഞായറാഴ്ചയാണ് അതല്ലേ? അതെ, 5-ാം തീയതി, ജനുവരി 5-ാം തീയതി. അന്നത്തെ ദിവസം നമ്മുടെ പ്രോഗ്രാമിൽ വന്ന മുഴുവൻ അംബാസിഡേഴ്സും, അതായത് ഈ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളുടെ ഒക്കെ സപ്പോർട്ടും കൊണ്ടാണ് സി ഡി പലപ്പോഴായിട്ടും സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കാറുള്ളത്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, സി ഡി ഈസ് നോട്ട് ജസ്റ്റ് ആൻ അനദർ അക്കാഡമി എന്നുള്ളതാണ്. വി ഓൾവേസ് ലിസൺ ടു അവർ അംബാസിഡേഴ്സ്, റിക്രൂട്ടേഴ്സ്. അത് ബേസ് ചെയ്തിട്ടുള്ള ചേഞ്ചസ് എപ്പോഴും പ്രോഗ്രാമിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നു. അത് തുടർച്ചയായിട്ട് ആ അറ്റംപ്റ്റുകൾ തുടരുന്നു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ പ്രോഗ്രാംസിന്റെ ഡ്യൂറേഷൻ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ചെയ്തു വരുന്നു. നിലവിൽ എത്ര വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങിയിട്ടുണ്ട്? തുടങ്ങിയിട്ട് ഒരു 3000-ഓളം എന്തായാലും പുറത്തു വന്നിട്ടുണ്ട്. അതും 6 വർഷം കൊണ്ടാണ്, 2019 മുതൽ 2025 വരെയാണ്. അപ്പോഴും ആ 2019 ഒക്കെ ഇനീഷ്യൽ സമയത്ത് ആളുകൾക്ക് അറിയുമായിരുന്നില്ല ഇങ്ങനെ ഒരു കരിയറും ഇങ്ങനെ ഒന്നും പഠിക്കേണ്ടതുണ്ടോ, പഠിച്ചു കഴിഞ്ഞാൽ ജോലി ഉണ്ടാവോ, എത്രത്തോളം സ്റ്റേബിൾ ആയിരിക്കും, മുന്നോട്ട് എന്താവും എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടുന്ന് ഇന്നിപ്പോൾ ആളുകൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന രീതിയും ഇന്നാരും ഒരു അക്കാഡമിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും അവിടെയൊക്കെ ആൾക്കാരെ കിട്ടും. ആ ഒരു ആദ്യത്തെ വിദ്യാർത്ഥിയെ ഓർക്കുന്നുണ്ടോ? പിന്നെ ആ ആദ്യത്തെ കോഴ്സ് ഫീ ഒന്നും ഇല്ലാതെയായിരുന്നു നമ്മൾ ഓൺബോർഡ് ചെയ്തത്. അങ്ങനെ ആലോചിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല, ₹1 പോലും വാങ്ങിച്ചിട്ടില്ല ആദ്യത്തെ ബാച്ചിലെ 3 പേര്. അത് എന്റെ സ്റ്റോറിയിൽ എപ്പോഴും ഞാൻ പറയുന്നതാണ്. പിന്നെ രണ്ടാമത്തെ ബാച്ചിൽ 7 പേര്. അത് 6 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ചെയർസും ടേബിളുമാണ് ഉണ്ടായിരുന്നത്. അതിൽ 7ാമത് ഒരാൾ വന്നപ്പോൾ പാൻട്രി എന്നൊരു ചെയർ എടുത്ത് കൊടുക്കേണ്ടി വന്നു. അങ്ങനെ നമ്മുടെ ആ രണ്ടാമത്തെ ബാച്ചിലും 3ാമത്തെ ബാച്ചിലൊക്കെ ഉള്ള ആളുകൾ ഇപ്പോഴും സിഡിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കോഡ് ക്യൂബ്സിന്റെ മാർക്കറ്റിംഗ് ടീം ലീഡ് മൂസിനാണ് കോപ്പി റൈറ്റിംഗിൽ പ്രകാശ് വർമ്മയുടെ കയ്യിൽ നിന്നും ഗിഫ്റ്റ് കിട്ടിയത്. ആ മൂസിൻ ഇന്ന് കോഡ് ക്യൂബ്സിന്റെ മാർക്കറ്റിംഗ് ടീമിന്റെ TL ആ പൊസിഷൻ ഞാൻ ഇരുന്ന പൊസിഷനാണ്. അത് ഇന്ന് മറ്റൊരു CDA-കാരനാണ് എന്ത് ചെയ്യുന്നത് ആ പൊസിഷനിൽ ഉള്ളത്. കോഡ് ക്യൂബ്സിന്റെ ഏജൻസിയുടെ മാർക്കറ്റിംഗ് TL എന്ന് പറയുന്നത് CDA അലുമിനിയാണ്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത ഒരാൾ ഇപ്പോഴും അവിടെ വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്നത്. അതിനിടയിൽ മൂസിൻ ദുബായിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളതിനെ പറയാ ഗർവാപ്പസിയ, കം ഹോം, തിരിച്ചു വരുമെന്ന് പറയാം. CDA പഠിക്കുന്നു, അതിനുശേഷം എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ട് നമ്മുടെ തന്നെ ഓർഗനൈസേഷന്റെ പാർട്ടായിട്ട് ഏതെങ്കിലും പൊസിഷനിൽ വർക്ക് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്കത് ഭയങ്കര സന്തോഷം തരുന്ന ഒന്നാണ്. അവരുടെ മാത്രം മീറ്റപ്പ് ഒക്കെ ഞങ്ങൾ വെക്കും. CDAയിൽ പഠിച്ച് QCയിൽ കോഡ് ക്യൂബ്സിലും നമ്മുടെ എക്കോസിസ്റ്റത്തിൽ എവിടെയെങ്കിലും ഒക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ടോട്ടൽ മീറ്റപ്പ് ഒക്കെ ഞങ്ങൾ വെക്കാറുണ്ട്. ഏതെങ്കിലും വിദ്യാർത്ഥികൾ തങ്ങളുടെ ജീവിതം മാറി മറിഞ്ഞിട്ടുണ്ട് CDA കാരണം എന്ന് വന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞ ഒരുപാട് പേരാണ് ഇന്ന് ഈ ധൈര്യത്തിൽ ഞാനിവിടെ ഇരിക്കാനുള്ളതിന്റെ കാരണം എന്ന് പറയുന്നത്. ഒത്തിരി പേരുണ്ട്, ഒരുപാട് പേരുണ്ട്. അതായത് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് മറ്റൊന്നും ചെയ്യാതെ ഈ പ്രോഗ്രാമിലൂടെ ജോലിയിലേക്ക് എത്തിയ ആളുകളുണ്ട്. +2 കഴിഞ്ഞെത്തിയ ആൾക്കാരുണ്ട്. ഡിഗ്രി ബ്രേക്ക് ചെയ്ത് പോയ ആൾക്കാരുണ്ട്. അതുപോലെ കരിയർ ബ്രേക്ക് ഒരു 10 വർഷമൊക്കെ വീട്ടിൽ ചുമ്മാതിരുന്ന് കുട്ടികളൊക്കെ ആയി ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയാതെ അങ്ങനെ കരിയർ റീസ്റ്റാർട്ട് ചെയ്ത ആൾക്കാരുണ്ട്. 27 വർഷം ബിസിനസ് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ പ്രോഗ്രാമിൽ വരാറുണ്ട്. ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള അതാണ് എനിക്ക് ഏറ്റവും ഭയങ്കരമായിട്ട് എന്നെ പേഴ്സണലി ഇൻസ്പയർ ചെയ്ത കാര്യം. ഞാൻ പലപ്പോഴും ഓൺലൈനിൽ നമ്മുടെ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നതിലെ ചാലഞ്ചസും ഓൺലൈൻ പ്രോഗ്രാമിലെ സക്സസും ഇമ്പാക്റ്റും ഒക്കെ കൂട്ടുന്നതിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ എന്നെ അത് ഇൻസ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ എനിക്കത് കൂടുതൽ ചെയ്യണമെന്ന് മോട്ടിവേറ്റ് ചെയ്യുന്നത്, ഞാനൊരു ദിവസം സെഷനൊക്കെ കഴിഞ്ഞ് അവസാനം എൻ്റെ സെഷനാണ്, ഏജൻസി ഓറിയന്റേഷനാണ്. അതെല്ലാം കഴിഞ്ഞ് ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും നമുക്ക് കാണാം, പിന്നെ ഓഫീസിൽ വരുമ്പോൾ വിളിക്കൂ, കൊച്ചിയിൽ വരുമ്പോൾ കാണാം, കോഴിക്കോട് വരുമ്പോൾ കാണാം എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു സൈൻ ഓഫ് ബൈ പറയാണ്. അപ്പോഴാണ് ഒരാൾ സാറെന്ന് വിളിക്കേണ്ടത്. ഒന്നുമില്ല, ഞാൻ കിടപ്പിലാണ്, എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല. ഞാനിതിലാകെ സ്റ്റക്കായി. കാര്യം 2.5 മാസക്കാലം ലൈവ് ഓൺലൈൻ പ്രോഗ്രാമിൽ നമ്മുടെ കൂടെ വളരെ ആക്റ്റീവായിട്ടുണ്ടായിരുന്ന കക്ഷിയാണ്. അപ്പോൾ ആൾ ഫിസിക്കലി അല്ലെങ്കിൽ അയാൾക്ക് ചെറിയ ചലഞ്ചസുകൾ ഉണ്ട് എന്നുള്ളതും അയാൾക്ക് ലാപ്ടോപ്പ് ഉപയോഗിക്കാൻ അറിയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൺസൾട്ടൻ്റ്, അദ്ദേഹത്തിൻ്റെ സൈക്കോളജിസ്റ്റാണ് അത്ര പറഞ്ഞിരുന്നത് ഈ പ്രോഗ്രാമിലേക്ക് വന്നു എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. മറ്റെന്തെങ്കിലും ജോലി ചെയ്യുന്നതിനേക്കാൾ അയാൾക്ക് പറ്റാവുന്ന ഒരു ജോലി ഇതാണെന്ന് മനസ്സിലാക്കി അങ്ങനെ വന്ന കേസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ലൈവ് ഓൺലൈൻ പ്രോഗ്രാമിലേക്ക് വരുന്നതും അതുപോലൊരു വളരെ ഭംഗിയായിട്ട് സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തിരുന്ന ഒരു കക്ഷി, അദ്ദേഹത്തിനൊരു ഇഞ്ചുറി വന്നു.
ഇഞ്ചുറി വന്ന് അദ്ദേഹത്തിന് ഇനി അങ്ങോട്ട് കരിയർ മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ വന്നു. അപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണെന്നൊക്കെ മനസ്സിലാക്കി കണക്ട് ചെയ്ത് എൻ്റെ അടുത്ത് വന്നു. ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. ഡോക്ടറാണ് സംസാരിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു പ്രോഗ്രാം മുഴുവൻ ചെയ്യട്ടെ, എന്നിട്ട് അദ്ദേഹം തീരുമാനിക്കട്ടെ, നിങ്ങൾ കോഴ്സ് ഫീയോ മറ്റൊന്നും അല്ല ഇപ്പം നോക്കേണ്ടത്. എൻ്റെ അടുത്ത് ആ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം ചോദിച്ചത്. ഞാൻ പറഞ്ഞു അങ്ങനെ ഒരാളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ പറ്റുമെങ്കിൽ അത് നമുക്ക് ഒരുമിച്ച് ട്രൈ ചെയ്യാം, ഡോക്ടറുടെ ഉദ്ദേശം എന്താണോ അത് തന്നെയാണ് എൻ്റെയും എന്ന രീതിയിൽ പ്രോഗ്രാമിലേക്ക് വരികയൊക്കെ ഉണ്ടായി. അങ്ങനെ അതൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒന്നല്ല. നമ്മൾ ചില കാര്യങ്ങൾ നമുക്ക് ഗോളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നോക്കുമെങ്കിലും അപ്രതീക്ഷിതമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മൾ കുറെ കൂടി ഇൻസ്പയർ ആവുന്നത്, സെൽഫ് മോട്ടിവേറ്റഡ് ആവുന്നത് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിൽ. യെസ്, ഇത്രയും വർഷമായല്ലോ, അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? സംതൃപ്തിയാണോ? ഒരിക്കലും ഒരു ഓൺട്രപ്രണർ അല്ലെങ്കിൽ ഒരു ഫൗണ്ടർ സെൽഫ് സാറ്റിസ്ഫൈഡ് ആവുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് കൂടുതൽ ഗ്രോത്ത് മൈൻഡ് സെറ്റിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇനിയും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ക്രിയേറ്റേഴ്സ് ആൻഡ് മാർക്കറ്റേഴ്സ് സ്കൂള് ഈ ഓഗസ്റ്റിൽ മാത്രമാണ് ഇവിടെ സാധ്യമായത്. ഓഗസ്റ്റിന് മുന്നേ എന്നെ കാണുന്ന ഒരാളോട് നിങ്ങൾ ഇതേ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് ഉത്തരം പറയും? ഇല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന ക്രിയേറ്റേഴ്സ് ആൻഡ് മാർക്കറ്റേഴ്സ് സ്കൂളിൽ ഞങ്ങൾക്ക് ഇനിയും ഒരുപാട് ചെയ്യാനുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കൂടുതൽ ചെയ്യാനുള്ള കാര്യങ്ങളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ലുക്കിംഗ് ഫോർവേഡായി നിൽക്കുന്നത്. തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഇതുവരെ ഉണ്ടായിരുന്ന കാര്യങ്ങളിലൊക്കെ വളരെ ഹാപ്പിയാണ്. ടീമാണെങ്കിലും നമ്മുടെ പാർട്ട്നേഴ്സും നമ്മുടെ ടീം മെമ്പേഴ്സും ഒക്കെ ഒരു ഫാമിലി പോലെ ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റി. ഇനി അതിനെയും നിലനിർത്തി കൺസിസ്റ്റന്റ് ആയിട്ട് തുടർന്നു പോവാന്നുള്ളതുണ്ട്. ഒരുപാട് ചാലഞ്ചസ് മുന്നിലുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പം ഒരേ സമയത്ത് വളരെ സംതൃപ്തനും ഹാപ്പിയുമാണ്. അതേ സമയത്ത് മുന്നോട്ട് ചെയ്യാനുള്ള കാര്യങ്ങളെ കുറിച്ച് ഫിയറോടുകൂടി തന്നെ പക്ഷെ വളരെ ബോൾഡായിട്ട് സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ട് പോവാണ്. ഓക്കെ, ഒരു കാര്യം കൂടെ, അതായത് പഴമയെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്ന് പറഞ്ഞല്ലോ. പേഴ്സിന്റെ ഉള്ളില് പഴയ റീചാർജ് കൂപ്പൺ ഇപ്പോഴും വെച്ചിട്ടുണ്ട്. അതിന്റെ രഹസ്യം അല്ല, അത് ആക്ച്വലി ഞാന് എന്റെ അടുത്ത് ചോദിക്കും, AI വന്നു കഴിഞ്ഞാൽ ജോബ് പോവോ, അല്ലെങ്കിൽ പുതിയ കുറെ ടൂളുകളൊക്കെ വന്നു കഴിഞ്ഞാൽ. നമ്മൾ നേരത്തെ പേഴ്സണലി സംസാരിച്ചപ്പോൾ ഇതൊക്കെ പോയിട്ടോ, ഇത് ക്യാമറയിൽ കാണാൻ പറ്റുന്നതല്ലേ, 30 രൂപയുടെ വഡാഫോണിന്റെയും റീചാർജ് കൂപ്പണുകളൊക്കെ കാണും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇപ്പൊ ഈ ഒരു റീചാർജ് കൂപ്പൺ വന്നു എന്ന് കരുതിയിട്ട് മൈജിയുടെ ഏതെങ്കിലും ഔട്ട്ലെറ്റ് അടച്ചു പോയിട്ടുണ്ടോ? ഇല്ല. നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും മൊബൈൽ ഷോപ്പുകൾ പൂട്ടി പോയിട്ടുണ്ടോ? ഇല്ല. ടെക്നോളജി അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒരുപാട് എളുപ്പത്തിൽ ഇന്നോവേഷൻസ് വന്നുകൊണ്ടിരിക്കും. അതെല്ലാം ആ ഇൻഡസ്ട്രിയെ കൂടുതൽ ഫ്ലറിഷ് ചെയ്യും. ഇന്ന് നമുക്ക് കോണ്ടന്റ് എഴുതാൻ നമ്മൾ വളരെ ക്രിയേറ്റീവ് ആയിക്കൊള്ളണമെന്നില്ല. ഇച്ചിരി കോമൺ സെൻസും നമുക്ക് വേണ്ട കണ്ടന്റുകളെ കുറിച്ച് ധാരണയും ഉണ്ടെങ്കിൽ അത് എഴുതിപ്പിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമെങ്കിൽ അതിനനുസരിച്ച് ടൂളുകളുണ്ട്. നമ്മളൊരു വലിയ പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫർ ആയില്ല എങ്കിൽ, നമ്മളൊരു ഡിസൈനർ ആയില്ലെങ്കിൽ പോലും നമുക്ക് ഇമേജുകൾ ജനറേറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഇതൊക്കെ AI നമുക്ക് തന്ന എളുപ്പങ്ങളാണ്, ഈസിനെസ് ആണ്. അത് ശരിക്കും പറഞ്ഞാൽ കൂടുതൽ ആളുകളെ ഈ ജോലിയിലേക്ക് വരാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഈ റീചാർജ് കൂപ്പണുകളും നമ്മുടെ വീട്ടിലും നമ്മുടെ കയ്യിലൊക്കെ കാണുന്ന മൊബൈൽ ഫോണിലും നമ്മുടെ ഉപയോഗിക്കുന്ന എല്ലാ ദൈനംദിന കാര്യങ്ങളിലും ടെക്നോളജിയിലും മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇതെല്ലാം മനുഷ്യനെ മടിയനാക്കുക ചെയ്തേ. മനുഷ്യനെ മടിയനാക്കുന്ന ഒരു കണ്ടുപിടുത്തവും പിറകോട്ട് പോവുകയില്ല. അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ എല്ലാവരും ചോദിക്കാറുണ്ട്, എടോ നമ്മൾ റീചാർജ് ചെയ്യുന്ന രീതി ഓൺലൈനിലോട്ട് മാറി, അത് റീചാർജ് കൂപ്പണുകൾ പോയി എന്ന് കരുതിയിട്ട് മൊബൈൽ ഷോപ്പുകൾ പൂട്ടിപ്പോയിട്ടില്ല. അവിടുത്തെ ഓപ്പർച്യൂണിറ്റീസുകളും അല്ലെങ്കിൽ അതിന്റെ ഒരു ഏരിയ തന്നെ വളരെ വലിയ രീതിയിൽ മാറി. പണ്ടത്തേനേക്കാളും മൊബൈൽ ഷോപ്പുകൾ ഇപ്പോൾ വളരെ ഭംഗിയിലാണ് നമ്മൾ കാണുന്നത്. പഴയതുപോലെ ഒരു അലുമിനിയം ഫാബ്രിക്കേഷൻ അടിച്ചിട്ട് ഒരു കോളേജ് നോട്ട്ബുക്ക് വെച്ചിട്ട് എയർടെലിന്റെ റീചാർജ് എന്നൊക്കെ പറഞ്ഞാൽ അതിനൊക്കെ ചെറിയ മാർജിനെ കിട്ടിയിരുന്നു. അതെല്ലാം മാറി ഇപ്പോൾ. അപ്പോൾ ഏതൊരു പുതിയ കണ്ടുപിടുത്തവും ഇൻഡസ്ട്രിയിൽ നമുക്ക് നൽകുന്ന അവസരങ്ങളാണ് എന്ന് മനസ്സിലാക്കി ആ അവസരങ്ങളോടൊപ്പം സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ റീചാർജ് കൂപ്പണുകൾ എടുത്തു വെച്ചത്. ഏറ്റവും കൂടുതൽ അപ്ഡേഷൻ നടക്കുന്ന ഒരു ഫീൽഡാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രെയിനേഴ്സിന് അവരും അപ്ഡേറ്റഡ് ആയിരിക്കണം എപ്പോഴും. അപ്പോൾ എങ്ങനെയാണ് ഈ CD ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഒന്ന്, കോഡ് ക്യൂബ്സിലെ നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും TLs CDയുടെ ഓരോ ട്രെയിനിങ് ടീമിന്റെയും TLസും തമ്മിൽ കണക്റ്റഡ് ആണ്. ഇവരുമായിട്ടുള്ള എല്ലാ മന്തും എല്ലാ ക്വാർട്ടറിലുള്ള മീറ്റ് നടക്കും. ഇപ്പോൾ ഇന്നലെ ഇവിടെ നടന്നു. ആ സമയത്ത് QC കോഡ് ക്യൂബ്സിലെ കോണ്ടന്റ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ആളുകളും CDയുടെ കോണ്ടന്റ് ട്രെയിൻ ചെയ്യുന്ന ആളുകളും തമ്മിലാണ് ഈ ഡിസ്കഷൻസും കാര്യങ്ങളും നടക്കുന്നത്. ഇപ്പം ഏജൻസിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടൂളുകൾ, ഏജൻസിയിൽ നമുക്കുണ്ടായിരിക്കുന്ന എക്സ്പീരിയൻസുകൾ, ഏജൻസിയിൽ നമ്മളെ വിന്നിങ് ആയിട്ടുള്ള ആഡ്സുകൾ, ഇതെല്ലാം ഡിസ്കസ് ചെയ്തിട്ടാണ് ട്രെയിനേഴ്സ് പോകുന്നത്. ആൻഡ് ഓൾസോ ഓരോ ട്രെയിനേഴ്സിനും മാൻഡേറ്ററി ആയിട്ടുള്ള പ്രോജക്റ്റ് എക്സ്പോസർ ഉണ്ട്. പ്രോജക്ട്സിൽ വർക്ക് ചെയ്യാത്തിടത്തോളം അല്ലെങ്കിൽ എന്നാണോ നിങ്ങൾ പ്രോജക്ട്സിൽ വർക്ക് ചെയ്യുന്നത് അവസാനിക്കുന്നത് അന്ന് നിങ്ങൾക്ക് ട്രെയിനിങ്ങിന്റെ എലിജിബിലിറ്റി അവസാനിച്ചതാണ് ഞാൻ പറയാനുള്ളത്. അപ്പം പ്രോജക്ട്സും ഏജൻസിയും ഈ പറയുന്ന കൾച്ചറും എക്കോസിസ്റ്റവും ഒരുമിച്ച് ചേരുമ്പോഴാണ് ട്രെയിനിങ് ക്വാളിറ്റിയും അതും ഉറപ്പുവരുന്നത്. ആൻഡ് ഓൾസോ
നമ്മൾ ഓരോ പ്രോഗ്രാംസും കണ്ടക്ട് ചെയ്യുമ്പോൾ കുറെ കൂടി സ്ട്രക്ചേർഡ് ആണ് കാര്യങ്ങൾ. എന്ത് ഡേ 1 ചെയ്യണം, ഡേ 2 ചെയ്യണം. അപ്പോൾ ഇതിനൊക്കെ ഓഡിറ്റ് ചെയ്യാനും മോണിറ്റർ ചെയ്യാനും അക്കാഡമിക്സിന്റെ കുറേ അധികം വലിയൊരു ടീമുണ്ട്. അക്കാഡമിക്സിന് ഡയറക്ടർ ഉണ്ട്, അക്കാഡമിക്സിന് മാനേജേഴ്സ് ഉണ്ട്. അത് ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ടുള്ള മാനേജേഴ്സ് ഉണ്ട്, അഡ്മിൻസ് ഉണ്ട്, മെന്റേഴ്സ് ഉണ്ട്. ഇനി എന്ത് ഇഷ്യൂസും കൺസേൺസും ഒരു ലേണർക്ക് വന്നാൽ അത് ഫിക്സ് ചെയ്യാനുള്ള ടീം മെമ്പേഴ്സ് ഇവിടെ ഉണ്ട്. ഏതെങ്കിലും ഒരു സെഷൻ ആൾക്ക് മനസ്സിലായില്ല, അല്ലെങ്കിൽ അതിൽ കൂടുതൽ എക്സ്പോസർ വേണം, അവർക്ക് എന്നും നമ്മുടെ കൂടെ വരാം. നമുക്ക് എല്ലാ സൺഡേയും ഗ്രോ ഹെഡ് സെഷൻ ഉണ്ട്. ഗ്രോ ഹെഡ് സെഷനിൽ നടക്കുക, ഒരുപക്ഷെ നമ്മൾ 2020 നമ്മുടെ കോഴ്സ് കഴിഞ്ഞ് പോയ ഒരു കുട്ടിക്ക് മാർക്കറ്റിംഗ് ഓട്ടോമേഷനെ കുറിച്ച് വലിയ ധാരണയില്ല. അപ്പം ഗ്രോ ഹെഡ് സെഷൻസിൽ സൺഡേകളിൽ ലൈവ് സെഷൻ നടക്കുന്നത് എക്സ്ക്ലൂസീവ്ലി ഫോർ CD അംബാസിഡേഴ്സ് ആണ്. ആ പ്രോഗ്രാമിൽ മാർക്കറ്റിംഗ് ഓട്ടോമേഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഗ്രോ ഹെഡ് സെഷൻസ് പ്രോഗ്രാം നമ്മുടെ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ലേണേഴ്സിന് അല്ലെങ്കിൽ അംബാസിഡേഴ്സിന് കിട്ടുന്ന ഒരു അവസരമാണ്. സോ കണ്ടിന്യൂസ് ലേണിംഗ് ഇതിന്റെ ഭാഗം. എല്ലാ സൺഡേയും ഇത്തരത്തിലുള്ള സെഷൻസ് കണ്ടക്ട് ചെയ്യുന്നു, ട്രെയിനേഴ്സിനെ കൂടുതൽ ട്രെയിൻ ചെയ്യുന്നു, അതിന് അക്കാഡമിയും ഏജൻസിയും തമ്മിൽ എക്സ്പോസർ കൂടുതൽ കൂട്ടുന്നു. അങ്ങനെ കുറേയധികം പ്രോസസ്സുകളും സ്റ്റെപ്സുകളും ഇതിന്റെ പിറകിലുണ്ട്. പിന്നെ ഫീഡ്ബാക്ക് ലേണേഴ്സിൽ നിന്നും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കും, റാൻഡമായിട്ടും എടുക്കും, ഫോർമലായിട്ടും എടുക്കും. ഈ ഫീഡ്ബാക്ക് ട്രെയിനേഴ്സിലേക്കും പോകും, അത് അക്കാഡമിക്സിന്റെ ടീം പരിശോധിക്കും. അങ്ങനെ ഒരു സിസ്റ്റം ഇവോൾവ് ചെയ്ത് വന്നത് എന്നുള്ളതുമാണ് പലപ്പോഴും നമ്മുടെ ട്രെയിനിങ് കാര്യങ്ങളിലൊക്കെ നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ടുവന്ന ചില കാര്യങ്ങൾ നിർബന്ധമായിട്ടും കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, അവസാന ചോദ്യമാണ്. അതായത് നിങ്ങൾ ലാസ്റ്റ് ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് പബ്ലിഷ് ചെയ്തു ഈ സ്കൂളിനെ പറ്റിയുള്ള യാത്രകളൊക്കെ. അതിൽ ഹാരിസ് അങ്ങനെയുള്ളവരൊക്കെ വന്ന് കമന്റ് ചെയ്തിട്ടുണ്ട്, കാൻഡിഡേറ്റ്സ്. അതിനു മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട് താങ്കള്, ഹാരിസ്, അബീവിലെ വിപിൻ സർ, ഇവരൊക്കെ കൂടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു. അതെ, ആ ഒരു ഓർമ്മ. ഞാൻ എൻ്റെ ആദ്യത്തെ ഓഫീസിന്റെ ഒക്കെ ഫ്ലോർ പ്ലാനിങ് അത് ഹാരിസിന് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും ഓഫീസ് ഡിസൈൻ ചെയ്യുന്ന കാര്യത്തിലും കോഴ്സ് ഡിസൈൻ ചെയ്യുന്ന കാര്യത്തിലും കോമൺ ആയിട്ടുള്ള ചലഞ്ചസുകളുടെ കാര്യത്തിൽ നമ്മൾ ഒരുമിച്ച് ഡിസ്കസ് ചെയ്യും, ഒക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ നിങ്ങൾ കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ എന്നത് അലട്ടുന്ന ഒന്നല്ല. കാര്യം നമ്മൾ ഒരുമിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ്. എൻ്റെ കപ്പാസിറ്റി ഇത്രയാണ്, ഹാരിസിന്റെ കപ്പാസിറ്റി ഇത്രയാണ്, വിപിനേട്ടന്റെ കപ്പാസിറ്റി ഇത്രയാണ്, റംഷിയുടെ കപ്പാസിറ്റി ഇത്രയാണ്. നമ്മളെല്ലാവരും, അർഷദിന്റെ കപ്പാസിറ്റി, നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്നാലും ടോട്ടൽ ഇൻഡസ്ട്രിയുടെ ഡിമാൻഡ് ഫുൾഫിൽ ചെയ്യുന്ന രീതിയിൽ എത്തില്ല. ഇൻഡസ്ട്രി ഡിമാൻഡ് വളരെ വലുതാണ്, സപ്ലൈ സ്റ്റിൽ കുറവ് തന്നെയാണ്. അതിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മൾ എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്ത് കൂടുതൽ നന്നാക്കി ചെയ്യാന്നുള്ളതും, അതിനോടൊപ്പം തന്നെ കോമൺ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മുടെ പ്രശ്നങ്ങളും നമുക്ക് നന്നാക്കാൻ പറ്റുന്ന കാര്യങ്ങളിൽ നോളജ് ഷെയർ ചെയ്യുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മളെല്ലാവരും തന്നെ പരസ്പരം നോളജ് ഷെയർ ചെയ്യുന്നുണ്ട്, പരസ്പരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഇൻഡസ്ട്രിയിൽ നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള പോസിറ്റീവായിട്ട് ഡിസ്കഷൻസ് ആണ്. സോ അങ്ങനെ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് കോമ്പറ്റീഷനെ നമുക്കൊരു പേടി എന്നതിനപ്പുറത്തോട്ടേക്ക് നമ്മൾ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ തമ്മിലുള്ള സൗഹൃദം നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നമുക്ക് കൂടുതൽ സന്തോഷമുള്ളതാക്കി മാറ്റുന്നത്. ഇത്രയും നേരം മാർക്കറ്റിംഗ് സ്കൂളിന്റെ വിശേഷങ്ങളും അദ്ദേഹത്തിന്റെ യാത്രകളുമാണ് പറഞ്ഞിരുന്നത്. ഈ മാർക്കറ്റിംഗ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. നമ്മൾ ഇനിയും വരും. അടുത്ത പ്രാവശ്യം കുറച്ചുകൂടെ വിപുലീകരിച്ചതിന് ശേഷം നമ്മൾ ഇനിയും വരും. കൂടുതൽ കഥകൾ അദ്ദേഹത്തിൽ നിന്ന് കേൾക്കും. അപ്പോൾ വി ആർ സൈനിങ് ഔട്ട് ഫ്രം നമസ്കാരം മലയാളീസ് ബൈ അർഷാദ് ഖാദർ.